ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമസ്കാരം. പേര് അനീഷ് രവീന്ദ്രൻ, സ്ഥലം ട്രിവാൻഡ്രത്താണ്. പരിചയപ്പെടുത്തിയ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു 4.5 വർഷമായിട്ട് ആർ സി എമ്മിന്റെ കസ്റ്റമർ ID ഹോൾഡറാണ്. RCM ബിസിനസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, പ്രത്യേകിച്ച് നോയമ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന, നോയമ്പെടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അത് കഴിഞ്ഞ് ക്ഷീണത്തിനും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ആയിരിക്കും. പ്രേം സാറ് പറഞ്ഞതുപോലെ ബിസിനസ് ക്ലോസിംഗ് ആണ്, ഒരു വർഷത്തെ ബിസിനസ് അവസാനിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, ഒരുപാട് എലിജിബിലിറ്റി ഒക്കെ വരേണ്ട മാസമാണ്. അപ്പോ എന്നെ RCMലേക്ക് കൊണ്ടുവന്ന, RCMന്റെ ആദ്യാക്ഷരങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന എല്ലാ ഗുരുക്കന്മാരെയും, RCMന്റെ പ്രവർത്തനങ്ങളിൽ എന്താണ് സപ്പോർട്ടായി നിന്ന ഓരോ ലീഡേഴ്സിനെയും സഹപ്രവർത്തകരെയും ഒക്കെ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, അവരെല്ലാം ഒന്ന് ആദരവോടെ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിലവില് RCMൽ അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന നമുക്കെല്ലാം പരസ്പരം ഷെയർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ പ്രോഗ്രാമിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രസന്റേഷൻ, വലിയൊരു പ്രസന്റേഷനും കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത് RCM എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളതും പരസ്പരം പങ്കുവെക്കേണ്ടതായിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിനെ ഒരു 2 പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് ഇത് പറയുന്നത്, ഷെയർ ചെയ്യുന്നതെങ്കിലും ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് RCMലേക്ക് പുതുതായിട്ട് വന്നിരിക്കുന്നവർക്കും വരാൻ ആഗ്രഹിക്കുന്നവർക്കും ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ നിലവില് ലീഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ RCMൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം ഇത് അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ആവർത്തന വിരസത ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അയ്യോ, ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ, പിന്നെ ഞാൻ ഇത് വീണ്ടും കേൾക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിലപ്പോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ ഞാൻ ആദ്യത്തെ സെക്ഷൻ സംസാരിക്കുന്നത് തികച്ചും പുതുതായിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടും RCMലേക്ക് വരാൻ ആഗ്രഹിച്ച് പുതുതായി ആരെങ്കിലും ഒക്കെ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ആദ്യത്തെ ഒരു സെക്ഷൻ, ആദ്യത്തെ ഒരു പോർഷൻ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ ഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് പരസ്പരം അറിയണമെന്നും ഷെയർ ചെയ്യപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഷെയർ ചെയ്യുന്നു. അപ്പോ കൂടുതൽ ദീർഘിപ്പിക്കാതെ തന്നെ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ, സ്ലൈഡിന്റെ സഹായത്തോടു കൂടി, കാരണം പോയിന്റുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. ഓക്കെ പ്രേം സാർ. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് RCM. RCMന്റെ ലോകത്തേക്ക് സ്വാഗതം. ഇതാണ് ആദ്യത്തെ സ്ലൈഡ്. അപ്പൊ പുതുതായിട്ട് വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും RCM എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തേക്ക്, RCMന്റെ ഈ ലോകത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുവാണ്. ഇന്ത്യസ് നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. RCM എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അപ്പൊ നമുക്കറിയാം, ഏത് കമ്പനിയാണെങ്കിലും ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്ന പല കമ്പനികളുണ്ട്. എല്ലാവരും തന്നെ അവകാശവാദം ഉന്നയിക്കും, അവരാണ് ഡയറക്ട് സെല്ലിംഗിലെ നമ്പർ 1 എന്ന് എല്ലാവരും അവകാശവാദം ഉന്നയിക്കും. ഇപ്പൊ നമ്മുടെ ന്യൂസ് ചാനൽസ് ഒക്കെ കാണുന്ന സമയത്ത് മനോരമ പറയും അവരാണ് നമ്പർ 1, മാതൃഭൂമി പറയും അവരാണ് നമ്പർ 1 എന്ന് പറയുന്നത് പോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിൽക്കുന്ന എല്ലാ കമ്പനികളും അവരാണ് നമ്പർ 1 എന്ന് അവകാശവാദം ഉന്നയിക്കും. പക്ഷെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് RCM ആണ് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി. അപ്പൊ അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, അതിന്റെ ചില കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് RCMനെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ ഞാൻ പറയാം. പ്രത്യേകിച്ച് പുതുതായിട്ട് വന്നിരിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ ഒരു ലോകത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നവരാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, RCM 25 വർഷം പൂർത്തിയാക്കിയിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. സോ അതിന്റെ ലോങ് ലൈഫ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നതായിട്ട് നമുക്ക് പറയാം. RCMനെ 25 വർഷം പൂർത്തിയാവുകയാണ്. നമുക്കറിയാം, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, 1988 ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെട്ട ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ മദർ കമ്പനി എന്നും, അത് 2000 RCM ബ്രാൻഡ് അല്ലെങ്കിൽ RCM എന്ന് പറയുന്ന പേരിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു എന്നും,
2023 അത് RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് നാമകരണം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ പേര് മാറ്റപ്പെട്ടു എന്നും പഴയ ആൾക്കാർക്ക് അറിയാം. പക്ഷെ പുതിയ ആൾക്കാർ ഇന്ന് അറിയുന്നത് RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പേരിന്റെ ഒരു മാറ്റം ഉണ്ടായത്? RCM ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് പേര് മാറ്റം ചെയ്യപ്പെട്ടതിന്റെ കാരണം നമ്മുടെ TCGക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെയല്ല. കാരണം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, പഴയ നിയമമായിരുന്നു. 1986 നിയമം 2019 ആയപ്പോ നവീകരിക്കപ്പെട്ടു. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നപ്പോ എന്തിനാണ് ആ മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ, കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ വിപണി എന്ന് പറയുന്നത് ഭയങ്കരമായ മത്സര സ്വഭാവത്തിലേക്ക് വന്നു. ഉപഭോക്താക്കൾ ഒത്തിരി ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നു, ഒരുപാട് ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നതായിട്ടും പറ്റിക്കപ്പെടുന്നതായിട്ടും ഒക്കെ ഗവൺമെന്റ് തലത്തിൽ മനസ്സിലാക്കിയപ്പോ ഉണ്ടാക്കിയ നിയമത്തിൽ വന്ന ഒരു മാറ്റമാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിട്ട് നവീകരിച്ചു. അങ്ങനെ വന്നപ്പോ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഒത്തിരിയധികം സംരക്ഷിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് ആ നിയമത്തിന്റെ മാറ്റം കാരണമായി, അല്ലെങ്കിൽ ഇനി അത് കാരണമാകും. അങ്ങനെ വന്നപ്പോ പല കൺസ്യൂമർ പ്രോഡക്റ്റുകൾ സബ് ഡിവിഷനായിട്ട് വിപണിയിൽ ചെയ്തുകൊണ്ടിരുന്ന പല വലിയ പ്രസ്ഥാനങ്ങൾ, മഹത്തായ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പേരുകേട്ട പ്രസ്ഥാനങ്ങളും കൺസ്യൂമർ പ്രോഡക്റ്റ് ഡിവിഷന് വേണ്ടിയിട്ട് പുതിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. നോക്കൂ, 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നവീകരിച്ചതെങ്കിൽ 2020 ആദ്യമായി ഒരു കൺസ്യൂമർ, ഈ ആക്ടിന്റെ നവീകരണത്തിന് ശേഷം ആദ്യമായി ഒരു കമ്പനി പുതിയ പേരിൽ രജിസ്റ്റർ ചെയ്തത് ടാറ്റയാണ്. 2020 ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ആയിട്ട് പുതിയ കമ്പനി നിലവിൽ വന്നു. റിലയൻസ് 2022 റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ആയി അവര് കൺസ്യൂമർ ഡിവിഷന് വേണ്ടി പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു. അപ്പൊ 20 ടാറ്റ മാറി, 22 റിലയൻസ് മാറി, 2023 ഫാഷൻ ഷൂട്ടിംഗ്സിന് നമ്മുടെ TCG RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് നാമകരണം ചെയ്തു. പുതിയൊരു കമ്പനി പോലെ തന്നെ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അപ്പൊ 1988 തുടങ്ങി 2000 സ്റ്റാർട്ട് ചെയ്ത RCM എന്ന ബ്രാൻഡ് ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് നാമകരണം ചെയ്യപ്പെട്ടപ്പോ 25 വർഷം ഇന്ത്യയിൽ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആയുർദൈർഘ്യമുള്ള നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി നമ്മുടേത് മാറി. അതുകൊണ്ടാണ് RCMനെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും അസറ്റും ഇൻഫ്രാസ്ട്രക്ചറുമാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിക്ഷേപം, ഇന്ത്യയിലെ ഈ കമ്പനിയുടെ നിക്ഷേപവും ഇന്ത്യയിലെ ഈ കമ്പനിയുടെ ആസ്തിയും ഇന്ത്യയിൽ ഈ 25 വർഷം കൊണ്ട് കമ്പനി രൂപപ്പെടുത്തിയിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരു കമ്പനിക്കും അവകാശപ്പെടാനില്ലാത്ത ഇൻവെസ്റ്റ്മെന്റും അസറ്റും ഇൻഫ്രാസ്ട്രക്ചറും ഇന്ന് ഈ കമ്പനിക്കുണ്ട്. അതിൽ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സാധാരണ നിസാരവൽക്കരിച്ച് പറയുന്ന ഒരാണ് കപ്പലണ്ടി കച്ചവടം എന്ന് പറയാറുണ്ട്. നിസാരവൽക്കരിച്ച പറയുന്ന കപ്പലണ്ടി കച്ചവടം. എന്നാൽ RCM എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കോട്ടഡ് പീനട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോ ഒരു കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്രയാണ് ആ കപ്പലണ്ടി കച്ചവടത്തിന് വേണ്ടി വരുന്ന മൂലധനം, എത്രയാണ് ആ ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ആ ഒരു പ്രോഡക്റ്റിന്റെ ബിസിനസ് ആരംഭിക്കാൻ അദ്ദേഹത്തിന് വേണ്ടുന്ന മുടക്കേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? എന്നാൽ RCM പോലെ ഇന്ത്യയിൽ ഇത്രയും വ്യാപിച്ചു കിടക്കുന്ന, ഇത്രയും കൺസ്യൂമേഴ്സ് ഉള്ള, ഇത്രയും ബൃഹത്തായ ഒരു കമ്പനിക്ക് ഒരു കോട്ടഡ് പീനട്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര കോടി രൂപ ആ ഉൽപ്പന്നത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഒരു പ്രോഡക്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുക? ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു ഉൽപ്പന്നം സാമ്പിളായിട്ട് ഇറക്കാൻ പറ്റത്തില്ല. ഒരു ഉൽപ്പന്നം അനൗൺസ് ചെയ്യപ്പെട്ടാൽ ഇന്ത്യയിൽ മുഴുവൻ അത് എത്തണം, ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തണം. അപ്പൊ ഒരു ഉൽപ്പന്നത്തെ പുതുതായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ പോലും ഈ കമ്പനിക്ക് അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റിലും അസറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, കമ്പനിയുടെ അസറ്റ് വാല്യൂ ഡിക്ലെയർ ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത് 2011 തന്നെ 60,000 കോടിക്ക് മുകളിൽ ഡിക്ലെയർ ചെയ്യപ്പെട്ടു.
കമ്പനിയുടെ ബിൽവാറയിലെ ആസ്ഥാനം മാത്രം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അസറ്റ് വാല്യൂ എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ മതി. പിന്നെ ഇന്ത്യയിൽ മുഴുവൻ വന്നിരിക്കുന്ന ഈ കേരളത്തിൽ പോലും കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഡിപ്പോകൾ പലതും കമ്പനിയുടെ സ്വന്തം സ്ഥലത്താണ്. അപ്പോൾ കേരളത്തിൽ പോലും അസറ്റ് ഉള്ള പ്രസ്ഥാനമാണ്. പിന്നെ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്ടറികളാകട്ടെ, ഡിസ്ട്രിബ്യൂഷൻ ചാനലാവട്ടെ, ഇത്തരത്തില് ഇൻവെസ്റ്റ്മെന്റിലും അസറ്റിലും ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും ഇന്ത്യയിലെ മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇത്രയും അവകാശപ്പെടാനില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് RCM എന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രോഡക്റ്റ് റേഞ്ച് ആണ്, ഉൽപ്പന്നങ്ങളുടെ റേഞ്ച് ആണ്. കാറ്റഗറി വൈസ് എടുത്തു കഴിഞ്ഞാൽ 400-ലധികം എന്ന് പറയാമെങ്കിലും നമ്പർ വൈസ് എടുക്കുമ്പോൾ 9000+ ആയി. 9000-ലധികം ഉൽപ്പന്നങ്ങളാണ് നമ്പർ വൈസ് എടുത്താൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ പോലും 400-ലധികം ഉൽപ്പന്നങ്ങൾ. ഇത്രമാത്രം ഉൽപ്പന്നങ്ങളുടെ ഒരു വൈവിധ്യം, ഉൽപ്പന്നങ്ങളുടെ ഒരു കാറ്റഗറി ഇന്ത്യയിലെ മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും അവകാശപ്പെടാനില്ല. നമുക്ക് മാത്രമാണ് അത് അവകാശപ്പെടാനുള്ളത്. അതുകൊണ്ടാണ് RCMനെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് വിതരണത്തിന് വേണ്ടി വന്നിരിക്കുന്ന, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എടുത്തു കഴിഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഡിപ്പോ ഉണ്ട്, അത് കഴിഞ്ഞാൽ റീറ്റെയിൽ ചെയിൻസ് ഉണ്ട്, മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ 2 രീതിയിലാണ് ഉൽപ്പന്നങ്ങളുടെ വിപണനം അല്ലെങ്കിൽ വിതരണം നടക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഓഫ്ലൈനായിട്ട് നടക്കുമ്പോൾ നമുക്ക് കമ്പനിയുടെ സെൻട്രലൈസ്ഡ് ഡിപ്പോകൾ, കേരളത്തിൽ തന്നെ നമുക്കറിയാം 6-ലധികം ഡിപ്പോകളുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ എടുത്താൽ എത്രമാത്രം ഡിപ്പോകളുണ്ട്. എല്ലാ സംസ്ഥാനത്തും കമ്പനിയുടെ വെയർഹൗസുകൾ, ഡിപ്പോകളുണ്ട്. റീറ്റെയിൽ ചെയിൻസ് എടുത്തു കഴിഞ്ഞാൽ വണ്ടർ വേൾഡ് ക്വിക്ക് എന്നറിയപ്പെടുന്നത് RCMന്റെ റീറ്റെയിൽ ചെയിൻസ് ആണ്. ആ റീറ്റെയിൽ ചെയിൻസ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രം നമുക്കറിയാം എത്രമാത്രം റീറ്റെയിൽ ചെയിൻസ് ഉണ്ട്. മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ് ആയിട്ടുള്ള ഡിസ്പ്ലേ വാളുകൾ എത്രമാത്രം ഉണ്ട്. അപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ഒരു ഉൽപ്പന്നം നേരിൽ കണ്ട് ഉപഭോക്താവിന് വാങ്ങാനുള്ള വിതരണ സംവിധാനം പോലും ഇത്രമാത്രം വ്യാപ്തിയിലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെയാണ് ഓൺലൈൻ സംവിധാനം. ഏത് ഉൽപ്പന്നമാണെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെ വാങ്ങാനുള്ള സംവിധാനം. ഇപ്പൊ ഏകദേശം 850-ലധികം സിറ്റികളിൽ അത് വ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വരുന്നതിന്റെ പരിശ്രമങ്ങൾ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രമാത്രം ഓഫ്ലൈനിലൂടെയും ഓൺലൈനിലൂടെയും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യപ്പെടാനുള്ള ഈ സംവിധാനം എന്ന് പറയുന്നത് RCMന് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിലെ നമ്പർ 1 ആയതുകൊണ്ടാണ് RCMനെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആൻഡ് സക്സസ്ഫുൾ ലീഡേഴ്സ്. RCMന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ് 25 വർഷം പൂർത്തിയായ RCMല് 25 വർഷമായി കമ്പനിയുടെ തുടക്കം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് ഉണ്ട്. സുസ്ഥിരമായ, സസ്റ്റൈനബിൾ ആയ ലീഡേഴ്സ്. 25 വർഷമായ RCMല് 20 വർഷം പൂർത്തിയാക്കിയ ലീഡേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. 20 വർഷം, 18 വർഷം, 15 വർഷം ഒക്കെ പൂർത്തിയാക്കിയ, വെറുതെ പൂർത്തിയാക്കിയതല്ല, സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കിയ ലീഡേഴ്സ്. അത് പല കമ്പനികളിലും ചാടിക്കടിക്കുന്ന ആൾക്കാരെ കാണാറുള്ളത്. പക്ഷെ RCMന് മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള, സുസ്ഥിരമായ ഇത്രയധികം ലീഡേഴ്സിനെ മുന്നിൽ നമുക്ക് വെക്കാൻ കഴിയുന്നത്. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും, ഒത്തിരി കാരണങ്ങളുണ്ട്, പ്രധാനമായും ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് RCMനെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്. സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് RCM. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും RCMന്റെ ഈ അത്ഭുത ലോകത്തേക്ക്, ഈ ലോകത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം. ഓഡിയബിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ഇതിന്റെ വിഷണറി, ഈ പ്രസ്ഥാനം ആരംഭിച്ച അദ്ദേഹത്തിന് ഞങ്ങൾ വിഷണറി എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് TC ചബ്ര എന്നാണ്. രാജസ്ഥാൻ സ്വദേശിയാണ്. അദ്ദേഹത്തിന് വിഷണറി എന്ന് പറയുന്നതിന്റെ കാരണം വെറുതെ വിഷണറി എന്ന് പറയുന്നതല്ല. വിഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവീക്ഷണമുള്ള ആള്, നാളത്തെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആൾക്കാരെയൊക്കെയാണ് വിഷണറീസ് എന്ന് പറയുന്നത്. നോക്കൂ, അവർ കച്ചവടത്തിനായിട്ട് വന്നു. ആദ്യം അവർ നമ്മുടെ സമ്പത്തിനെ കൊള്ളയടിച്ചു, പിന്നെ അധികാരവും. ക്രമേണ നമ്മൾ അടിമകളായി. അവരെ പുറത്തു ചാടിക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. അവസാനം മസിലില്ലാത്ത എല്ലുന്തിയ ഒരു മനുഷ്യൻ
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവരെ പുറത്താക്കേണ്ടി വന്നത്. അവരാദ്യം വന്നത് കച്ചവടത്തിനായിട്ടായിരുന്നു. ഇന്നും കച്ചവടത്തിനായി വന്നിരിക്കുന്നു. നമ്മുടെ സമ്പത്തിനെ കൊള്ളയടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ അടിമകളായി തുടങ്ങിയിരിക്കുന്നു. ആ അടിമത്വത്തിന്റെ പേര് ഉപഭോക്തൃ അടിമത്വം എന്നാണ്. പല ഉൽപ്പന്നങ്ങളെയും മാറ്റി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ അടിമത്വത്തിലേക്ക് മാറി സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നു. നാളെ നമ്മുടെ അധികാരവും, നമ്മൾ വീണ്ടും അടിമകളാകുന്നു. ഇതിനെ ഒന്ന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് ടി.സി. ചന്ദ്ര. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയെ പോലെ മെലിഞ്ഞു കൊലുന്നനെയുള്ള ഈ മനുഷ്യന് ഞങ്ങൾ കൊടുത്ത പേര് സെക്കൻഡ് ഗാന്ധി എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ വിഷൻ ഒരു നവഭാരത നിർമ്മാണമാണ്. ഒരു പുതിയ ഭാരതത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതാണ്. ഇനി വീണ്ടും ഒരു അടിമത്തത്തിൽ പോകാതെ അതിൽ നിന്നും ഇന്ത്യയിലെ ജനങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിഷണറി ടി.സി. ചന്ദ്ര. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാം ശക്തരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിഷണറിയുടെ നെക്സ്റ്റ് ജനറേഷൻ അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ അതേ കാഴ്ചപ്പാട്, അതേ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ ഒപ്പം വളർന്ന, അദ്ദേഹം വളർത്തി വലുതാക്കിയ മക്കൾ രണ്ടുപേരും ആ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇതേ കാഴ്ചപ്പാടിൽ അവർക്ക് മുന്നോട്ട് നമ്മളെ നയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ടി.സി.ജിക്ക് ശക്തിയായി, നമുക്ക് ഓരോരുത്തർക്കും ശക്തിയായി അടുത്ത തലമുറ അത് ഏറ്റെടുത്തു. നോക്കൂ, നമ്മളെല്ലാം RCMല് ഉപഭോക്താക്കളായി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പല ആൾക്കാരും RCMന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്, RCM ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഇന്ന് നെക്സ്റ്റ് ജനറേഷനെ കുറിച്ച് സംസാരിക്കാൻ, അടുത്ത ജനറേഷൻ വരണം എന്ന് പറയുക. നമ്മളൊക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും നമ്മുടെ മക്കൾ പോലും നമ്മൾ ചെയ്യുന്ന ഈ RCMലേക്ക് ഒന്നും നോക്കുന്നില്ല. പലരും RCM ബിസിനസ് ചെയ്യുന്നത് അവരുടെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മക്കൾ പോയിട്ട് പഞ്ചായത്തിലുള്ള ഒരാൾ പോലും അവരോടൊപ്പം RCM ബിസിനസ് ചെയ്യാനായി വരില്ല, RCM ബിസിനസ് ചെയ്യാൻ വരത്തില്ല. കാരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അത്രമാത്രം കഠിനമായ ഒരു ബിസിനസിനെ കുറിച്ചാണ്. സോ ടി.സി.ജിയുടെ വിഷൻ മക്കൾ ഏറ്റെടുത്തു. നമ്മൾ ശരിയായ രീതിയിൽ നമ്മുടെ മക്കൾക്ക് RCMനെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർ നമ്മുടെ അടുത്ത ജനറേഷനായി ഈ ബിസിനസ് ഏറ്റെടുക്കത്തുള്ളൂ. ടി.സി.ജി ഒരു നവഭാരതം നിർമ്മിക്കണമെന്ന കാഴ്ചപ്പാടൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് വേണ്ടുന്ന പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഒരു നവഭാരത സൃഷ്ടി എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് ലൈഫ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിയെടുക്കുക. മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിത നിലവാരം, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മാറ്റിയെടുത്തുകൊണ്ടാണ് ഒരു നവഭാരതം സൃഷ്ടിക്കപ്പെടേണ്ടത്. അത് സാധ്യമാകണമെങ്കിൽ അദ്ദേഹം മൂന്ന് പ്രധാന കാര്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൊണ്ടുവന്നത്. അതിലൊന്ന് ആരോഗ്യ സംരക്ഷണം, രണ്ട് സ്വാശ്രയത്വം സെൽഫ് ഡിപ്പെൻഡൻസി, മൂന്നെന്ന് പറയുന്നത് വുമൺ എംപവർമെന്റ് സ്ത്രീ ശാക്തീകരണം. ഈ മൂന്ന് അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നി, ഈ കാഴ്ചപ്പാടി അടിസ്ഥാന കാര്യങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനത്തിലൂടെയാണ് മൂല്യാധിഷ്ഠിതമായി ജനങ്ങളുടെ ജീവിത രീതിയെ മാറ്റിയെടുക്കാൻ, നല്ല ജീവിതത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ, അതിലൂടെ ഒരു നവഭാരതം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന വ്യക്തമായ കാഴ്ചപ്പാടിലൂടെയാണ് അദ്ദേഹം ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ കൊണ്ടുവന്നതും നമ്മളോട് ഈ മൂന്ന് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നതും. അതിൽ ഒന്ന് ആരോഗ്യ സംരക്ഷണമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം തീരുമാനിച്ചത് RCM എന്ന് പറയുന്ന ഈ RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മനുഷ്യന്റെ ആരോഗ്യത്തിന് ഗുണകരമാകുന്നതാണ്. മറിച്ചു പറഞ്ഞാൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ദോഷകരമാകാത്ത ഉൽപ്പന്നങ്ങളായിരിക്കണം RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ വരേണ്ടത്. അതിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിക്കും ആരോഗ്യ സംരക്ഷണം സാധ്യമാകണം, കുടുംബത്തിന് ആരോഗ്യ സംരക്ഷണം സാധ്യമാകണം, അതിലൂടെ സമൂഹത്തിന്റെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകണം. അതിന് RCMലൂടെ വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ആരോഗ്യകരമായ ആരോഗ്യ സംരക്ഷണത്തിന് അടിസ്ഥാനമായ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് വരുന്ന ഓരോരുത്തരും പ്രത്യേകം മനസ്സിലാക്കിയത്. രണ്ടാമത്തത് സ്വാശ്രയത്വമാണ്, സെൽഫ് ഡിപ്പെൻഡൻസി, സ്വാശ്രയത്വം. ടി.സി.ജി എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ പ്രത്യേകത, അദ്ദേഹം വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് സംവദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്നത്.
അപ്പോ സ്വാശ്രയത്വം എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹം കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ അത് എത്രമാത്രം ഡെപ്ത് ഉള്ള ഒരു കാര്യമാണ്. നോക്കൂ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്, റിലയൻസ് കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ്, RCM കൺസ്യൂമർ പ്രോഡക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ലിമിറ്റഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ കമ്പനി പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ പബ്ലിക് ഫണ്ടിലാണ് അവർ പ്രവർത്തിക്കുന്നത്. നിങ്ങളും എന്നെയും അടങ്ങുന്ന പൊതുജനങ്ങളുടെ, അതല്ലെങ്കിൽ അതിന്റെ ഷെയർ സ്വീകരിക്കുന്ന പൊതുജനങ്ങളുടെ പൈസയിൽ നിന്നാണ് അവരുടെ ബിസിനസ് സാമ്രാജ്യം അവർ കെട്ടിപ്പോക്കുന്നത്. പബ്ലിക് ഷെയർ ഉണ്ടാവുന്നതിനാണ്. എന്നാൽ TCG ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കി വെച്ച് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് സെൽഫ് ഡിപ്പെൻഡൻസി, 1 രൂപ കടമില്ല, 1 രൂപ ഷെയർ എടുത്തിട്ടില്ല, എല്ലാം സ്വന്തമാണ്. ആരോടും കണക്ക് പറയാനില്ല, ആർക്കും കണക്ക് ബോധിപ്പിക്കാനില്ല, ആർക്കും കടം കൊടുക്കാനില്ല, ആർക്കും കടം മേടിച്ചിട്ടില്ല. സ്വാശ്രയത്വം. ഉൽപ്പന്നങ്ങൾ, ബഹുഭൂരിപക്ഷം ഉൽപ്പന്നങ്ങളും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കപ്പെട്ട് സ്വന്തമായി നിർമ്മിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് വരുന്നത്. പിന്നെ നമ്മുടെ ആശയത്തിന് അനുസൃതമായി നിഷ്കർഷിക്കപ്പെടുന്ന തലത്തിൽ നിർമ്മിച്ച് നമ്മളിലേക്ക് തരുന്നത് നമ്മുടെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത് ആരോഗ്യ സംരക്ഷണ തത്വം ഉറപ്പുവരുത്തി നമ്മളിലേക്ക് തരുന്നു. എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് വേണ്ടി മാത്രമേ അത് തരാൻ പാടുള്ളൂ എന്ന നിഷ്കർഷയും വെച്ചിട്ടുണ്ട്. സ്വാശ്രയത്വം അത് കാണിച്ചു തരികയാണ്. എന്നിട്ട് TCG തന്നെ പറഞ്ഞിട്ടുണ്ട്, കടം മേടിക്കരുത്, കടം കൊടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് കടം തരില്ല, നിങ്ങൾ ആർക്കും കടം കൊടുക്കില്ല. സോ മൂന്നാമത്തത് വുമൺ എംപവർമെന്റ് ആണ്, സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണത്തെ അടിസ്ഥാനമാക്കി എടുക്കുന്നതിന്റെ കാരണം സ്ത്രീകളിൽ കാണുന്ന പ്രത്യേകതകളാണ്. സ്ത്രീകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, പലപ്പോഴും അവർ മൾട്ടി ടാസ്കേഴ്സ് ആണ്. എങ്കിലും സ്ത്രീകളിൽ കാണുന്ന പ്രധാന സവിശേഷത, സ്ത്രീ എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന അടിസ്ഥാനപരമായിട്ട് കാണുന്ന പ്രധാന സവിശേഷതയായിട്ട് കാണുന്നത്, ഒന്ന്, അവർ ഏറ്റവും നല്ല പ്രചാരകരാണ്. സ്ത്രീകൾ ഏറ്റവും വലിയ പ്രചാരകരാണ്. 2 എന്ന് പറയുന്നത്, തീരുമാനമെടുക്കുന്നത്, അവസാനത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീയിൽ നിന്നായിരിക്കും വരിക. അപ്പൊ പല പുരുഷന്മാർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ വീട്ടിൽ ഞാനാണല്ലോ തീരുമാനം എടുക്കുന്നത്, ഭാര്യയല്ല തീരുമാനം എടുക്കുന്നത്. പക്ഷെ തീരുമാനത്തിലേക്ക് എത്താൻ, അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവസാനത്തെ വാക്ക് ഒരുപക്ഷെ അവരുടേതായിരിക്കും കാരണമായിരിക്കാം. പ്രചാരകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ പറയുന്നത് സ്ത്രീകളെ, ഒരു ദിവസം പുരുഷൻ 5000 വാക്ക് സംസാരിക്കുമെങ്കിൽ സ്ത്രീക്ക് 15000-ഓളം വാക്ക് ഒരു ദിവസം സംസാരിക്കണമെന്നാണ്. കറക്റ്റ് കണക്കല്ല കേട്ടോ, എക്സാക്ട് ഞാൻ നോക്കിയിട്ടില്ല. എന്നാലും ഇത്രമാത്രം വ്യത്യാസമുണ്ട്. ഒരു സ്ത്രീക്ക് 15000 വാക്കുകൾ ഒരു ദിവസം സംസാരിച്ചിരിക്കണം, പുരുഷന് 5000-ൽ ലിമിറ്റ് ചെയ്യാം. 15000 വാക്കുകൾ സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ഒരു ദിവസം 10000 സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 5000 ബാക്കി വെച്ച് അടുത്ത ദിവസം അവർക്ക് 20000 സംസാരിച്ച് തീർക്കണമെന്നാണ്. പക്ഷെ അവർ പലപ്പോഴും സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അൺപ്രൊഡക്റ്റീവായ കാര്യങ്ങളാണ്. ഈ പ്രചരണത്തിനുള്ള ഇത്രമാത്രം കഴിവ് അവർക്കുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം സ്ത്രീകളും അൺപ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബത്തിന് ഗുണം ചെയ്യാത്ത, സമൂഹത്തിന് ഗുണം ചെയ്യാത്ത പല കാര്യങ്ങളെ കുറിച്ചായിരിക്കും കൂടുതലും എന്ത് ചെയ്യുന്നത്, ഈ സംസാരിക്കുന്നത്, പ്രചരണം നടത്തുന്നത്. അത് സത്യപ്രചരണമാണെങ്കിലും അസത്യപ്രചരണമാണെങ്കിലും അവർക്ക് അത്രമാത്രം ശക്തിയുണ്ട് അത് പ്രചരിപ്പിക്കാൻ. അവിടെ RCM എന്ന് പറയുന്ന ഈ മഹത്തായ ആശയത്തെ അവരുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവരിതിന്റെ പ്രചാരകരായി മാറിയാൽ പുരുഷന്മാരെക്കാൾ 3 ഇരട്ടി വേഗതയിൽ അവർക്ക് ഇതിനെ പ്രചരിപ്പിക്കാൻ കഴിയും. അതാണ് അവരിൽ കാണുന്ന ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തീരുമാനമാണ്. നോക്കൂ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മുടെ ഉൽപ്പന്ന ശ്രേണി ആരംഭിക്കുന്നത് അടുക്കളയിൽ നിന്ന് തുടങ്ങി അങ്ങനെ പടർന്ന് പന്തലിച്ച് ഉന്മറത്തേക്ക് എത്തി സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഉൽപ്പന്ന ശ്രേണി വരുന്നത്. അപ്പൊ അടുക്കളയിലെ ഒരു ഉൽപ്പന്നത്തിന്റെ മേലെയുള്ള തീരുമാനം തീർച്ചയായിട്ടും ഒരു സ്ത്രീ തന്നെയാണ് എടുക്കുന്നത്. പ്രാഥമികമായ തീരുമാനങ്ങൾ നമ്മൾ തന്നെ പല മീറ്റിങ്ങുകളിലും കാണുന്ന സമയത്ത്, പല മീറ്റിങ്ങുകളിലും സ്ത്രീകളൊക്കെ വന്ന് ഇരുന്ന് കേട്ട് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യം നമുക്ക് ഉറപ്പിക്കാം. അവർക്കത് ഇഷ്ടപ്പെട്ടാൽ, RCM എന്ന് പറയുന്നത് നമ്മൾ അവതരിപ്പിക്കുന്ന കാര്യം ഒരു സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ഭർത്താവിനെയും മക്കളെയൊക്കെ കൊണ്ട് സമ്മതിപ്പിക്കും RCM-ൽ ഐഡിയ എടുക്കാനും ഇതിന്റെ പ്രചാരകരാകാനും അവർ തന്നെ തീരുമാനം എടുക്കും. എന്നാൽ ഒരു സ്ത്രീക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് RCM ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പറയും ഭർത്താവ് സമ്മതിക്കുന്നില്ല, മക്കൾ സമ്മതിക്കുന്നില്ല എന്ന് പറയും. പക്ഷെ ഫൈനലി തീരുമാനം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോ സ്ത്രീകൾക്ക്
പ്രചാരകരാകുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റിലുള്ള ഉൽപ്പന്നങ്ങളെ RCM പ്രത്യേകമായിട്ട് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ചാകുമ്പോൾ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് കൂടുതലാവുമ്പോൾ കൂടുതലായിട്ട് അവർക്ക് അതിന്റെ പ്രചാരകരാകാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരൊരു തീരുമാനമെടുത്താൽ അവർ ശക്തരായി അതിന്റെ പിന്നിൽ അണിനിരക്കും. അതിലൂടെ ഒരേ സമയം പല ജോലികളിൽ ഏർപ്പെടാൻ കഴിയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തികമായും സാമൂഹികമായും ഒരു സ്വാശ്രയത്വത്തിലേക്ക് എത്താനുള്ള വഴി സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതിനെ ഒരു അടിസ്ഥാന കാര്യമായിട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി, മതമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശരി, എല്ലാവരും ആശയപ്രചാരകരാണെങ്കിൽ പ്രചരണമാണ് മുഖ്യമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാപ്തരായിരിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കുള്ള ഒരു പ്രത്യേക പരിഗണന RCM എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം അതിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഇങ്ങനെ ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന കാഴ്ചപ്പാടിലൊക്കെ വരുന്ന സമയത്ത് ഇതിലൂടെ ഒരു സ്വാശ്രയത്വവും സാമ്പത്തികമായ ഉന്നമനവും കാര്യങ്ങളും ഒക്കെ പ്രാപ്തമാവണമെങ്കിൽ ഇതിന്റെ ബിസിനസ് പ്ലാനിൽ ഒരു വ്യത്യാസം വരണം. സാധാരണ രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചപ്പാടിലേക്ക് എത്തണമെങ്കിൽ, ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ TCG RCM ആരംഭിക്കുമ്പോൾ അതിന്റെ ബിസിനസ് പ്ലാനിൽ ഒരു വ്യത്യാസം വരുത്തി. ആ ബിസിനസ് പ്ലാനിൽ വ്യത്യാസം വരുത്തിയിട്ട് ആ ബിസിനസ് പദ്ധതിക്ക് റൈറ്റ് കോൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പേര് കൊടുത്തു. ശരിയായ വിപണന രീതി. അപ്പോ ഈ വിപണന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. ടാറ്റയ്ക്കും റിലയൻസിനും ഒക്കെ കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുണ്ട്, RCMനും കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ വിപണന രീതിയിൽ, വിതരണ രീതിയിൽ, ബിസിനസിന്റെ രീതിയിലാണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ആ വ്യത്യാസം അവരെല്ലാം ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിൽക്കുന്നു, TCG ഡയറക്ട് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്തു. ഈ വ്യത്യാസത്തെ നമ്മൾ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ ഏതാണ് നമ്മൾ പറയും ശരിയായ വിപണന രീതി? ഡയറക്ട് മാർക്കറ്റിംഗ് ആണെന്ന് പറയും. എന്തുകൊണ്ടാണ് ഒരു ഉപഭോക്താവ് അതാണ് ശരിയായ വിപണന രീതി എന്ന് പറയേണ്ടത്? അത് വെറുതെ പറയുന്നതാണ്. 300 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു ഉൽപ്പന്നം, ഒരു 300 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റ് പ്രൈസ് കൊടുത്ത് MRP കൊടുത്ത് ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന്റെ ഉൽപാദന ചെലവെല്ലാം കഴിഞ്ഞിട്ട് ഒരു 100 രൂപ കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ ആ 100 രൂപയിൽ കമ്പനിയുടെ നടത്തിപ്പ് ചെലവും മറ്റ് ചെലവുകളും കമ്പനിയുടെ നോമിനലായിട്ടുള്ള ലാഭവും ഒക്കെ ചേർത്ത് ആ 100 രൂപയിൽ 50 രൂപ കമ്പനിയുടെ പോർഷനായിട്ട് മാറും. ബാക്കി 50 രൂപ എന്ന് പറയുന്നത് ആ ഉൽപ്പന്നം വിതരണം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് പരസ്യത്തിന്റെയും ഏജൻസികളുടെയും ഫണ്ടായിട്ട് മാറുകയാണ്, പൈസയായിട്ട് കൊടുക്കുക. അപ്പോ ഉൽപാദന ചെലവ്, മാനുഫാക്ചറിങ് കോസ്റ്റ് കഴിഞ്ഞ് കമ്പനിയിലേക്ക് വരുന്ന ഒരു 100 രൂപയെ കമ്പനിയുടെ നടത്തിപ്പിന്റെയും കമ്പനിയുടെ ലാഭത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് 50 രൂപ കമ്പനിക്കും ബാക്കി 50 രൂപ എന്ന് പറയുന്നത് ഏജൻസികൾക്കും പരസ്യക്കാർക്കും ഒക്കെ ആയിട്ടാണ് വിതരണം ചെയ്യപ്പെടുന്നത്. അപ്പൊ 100 രൂപയിൽ 50 ആണെങ്കിൽ 10 ലക്ഷം രൂപ വന്നാൽ 5 ലക്ഷം കമ്പനിയുടെ പോർഷനും 5 ലക്ഷം പരസ്യക്കാരുടെ പോർഷനുമാണ്. 100 കോടി വന്നാൽ 50 കോടി കമ്പനിയുടെ പോർഷനും 50 കോടി പരസ്യക്കാരുടെ പോർഷനുമാണ്. ഈ 50 കോടി പരസ്യക്കാരുടെ പോർഷൻ എന്ന് പറയുമ്പോൾ അത് ആറിലേക്കൊക്കെയാണ് എത്തപ്പെടുന്നത്. നോക്കൂ, നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസിന്റെ അടുത്തും മാധ്യമങ്ങളുടെ അടുത്തും, അതായത് ചില വ്യക്തികൾ അതിസമ്പന്നരാവുകയാണ്. ചില വ്യക്തികളാണ് അവിടെ അതിസമ്പന്നരാകുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണ്. എന്നാൽ ഇതുപോലെ തന്നെ ഡയറക്ട് മാർക്കറ്റിംഗ് സംവിധാനത്തിൽ 300 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു ഉൽപ്പന്നം ഇതുപോലെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപാദന ചെലവ് കഴിച്ച് 100 രൂപ കമ്പനിയിലേക്ക് വന്നാൽ ഇവിടുത്തെ വ്യത്യാസം 50 രൂപ കമ്പനിയുടെ പോർഷനായിട്ട് അല്ലെങ്കിൽ കമ്പനിയുടെ നടത്തിപ്പ് ചെലവും മറ്റു കാര്യങ്ങളും ചെലവുകളും ലാഭവുമായിട്ട് ഉൾപ്പെടെ 50 രൂപ മാറുകയാണെങ്കിൽ ബാക്കി 50 രൂപ കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം വരുന്ന സമയത്ത് 5 ലക്ഷം കമ്പനിയുടെ പോർഷൻ ആണെങ്കിൽ 5 ലക്ഷം ഉപഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. 100 കോടിയാണെങ്കിൽ 50 കോടി കമ്പനിയുടെ പോർഷൻ വരുമ്പോൾ 50 കോടി ഉപഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു.
1000 കോടിയാണെങ്കിൽ 500 കോടി കമ്പനിയുടെ പോർഷൻ വരുമ്പോൾ 500 കോടി ഉപഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. ആരാണ് ഈ ഉപഭോക്താക്കൾ? നിങ്ങളും ഞാനും ഇനി ഇത് കേട്ടിട്ടില്ലാത്തവരും അടങ്ങുന്നവരാണ് ഉപഭോക്താക്കൾ. അപ്പൊ ചില വ്യക്തികളെ അതിസമ്പരാക്കുന്നതിന് പകരം ഈ കോടിക്കണക്കിന് വരുന്ന ഈ ഫണ്ടിനെ നമ്മളെ പോലുള്ള ഉപഭോക്താക്കളുടെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കുന്ന സംവിധാനമാണ്, മാർക്കറ്റിംഗ് രീതിയാണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് പോലെ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ സാമ്പത്തികമായ ഒരു മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വരുന്ന കോടിക്കണക്കിന് രൂപ നിങ്ങളും ഞാനും അടക്കുന്ന ഉപഭോക്താക്കളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നു. നമ്മളുടെ ചെലവെന്ന് പറയുന്നത് നമുക്ക് തിരിച്ചൊരു വരുമാനത്തിനുള്ള വഴിയായിട്ട് മാറുന്നു. അതെന്ന് പറയുന്നത് ഡയറക്ട് മാർക്കറ്റിംഗിൽ മാത്രമേ സാധ്യമാകൂ. അതിലൂടെ മാത്രമേ ഒരു ഉപഭോക്താവിനെ സാമ്പത്തികമായ ഒരു ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള TCG സ്വീകരിച്ച ബിസിനസ് പ്ലാനാണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ സംവിധാനം. അതുകൊണ്ടാണ് ഇതിനെ ശരിയായ വിപണന രീതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന കമ്പനിയിലേക്ക് വരുന്ന പരസ്യത്തിന്റെയും ഇതിന്റെയും വിഹിതത്തെ നമ്മളാകുന്ന ഉപഭോക്താക്കൾക്ക്, നിങ്ങളും ഞാനും ആകുന്ന ഉപഭോക്താക്കൾക്ക് വീതിച്ചു തരണം. സാമ്പത്തികമായ ആ ഒരു നേട്ടം നിങ്ങൾക്കും എനിക്കും കിട്ടണം. അപ്പൊ നമ്മൾ RCMനകത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് നിങ്ങൾ ഒരു കസ്റ്റമർ ID എടുക്കാനാണ് പറയുന്നത്. ഒരു അസോസിയേറ്റ് ബയർ ID എന്ന് പറഞ്ഞാൽ പേര് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കസ്റ്റമർ ID എടുക്കാം. അസോസിയേറ്റ് ബയർ RCM പ്രസ്ഥാനത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ അവകാശമുള്ള ഒരു അസോസിയേറ്റ് ബയർ ആയിട്ടാണ് നമ്മൾ മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കസ്റ്റമർ ID നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു കസ്റ്റമർ ID കിട്ടുമ്പോൾ ആ കസ്റ്റമർ ID ഉപയോഗിച്ച് RCMന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഒരു കസ്റ്റമറിന് എന്തൊക്കെയാണ് നേട്ടം കിട്ടുന്നത്? ആ നേട്ടത്തെ കമ്പനി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 4 കാര്യങ്ങളിലൂടെയാണ് അത് വിതരണം ചെയ്യപ്പെടുന്നത്. ബേസിക് ആയിട്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് 20 മുതൽ 30% സ്പോട്ട് ഡിസ്കൗണ്ട്. ഡിഫറൻറ്റ് പ്രോഡക്ട്സ്, പല ഉൽപ്പന്നങ്ങൾക്കും പല രീതിയിലുള്ള പല പെർസെന്റേജിലായിരിക്കും ഡിസ്കൗണ്ട് വരിക. 20% ഉള്ളതുണ്ട്, ഡിസ്കൗണ്ട് ഉള്ളതുണ്ട്, 25% ഡിസ്കൗണ്ട് ഉള്ളതുണ്ട്, 30% ഡിസ്കൗണ്ട് വരുന്നതുണ്ട്, പലതിനും കൂടുതൽ ഉള്ളതുകൊണ്ട്. എന്നാലും നമുക്ക് ആവറേജ് എടുക്കുമ്പോൾ ഒരു 20 മുതൽ 30% സ്പോട്ട് ഡിസ്കൗണ്ട് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിസ്കൗണ്ടിൽ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്നത്. ഇപ്പൊ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഡിസ്കൗണ്ട് ആണ്. 2 പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത്, ഡയറക്ട് മാർക്കറ്റിംഗിനകത്ത് നിങ്ങൾ RCMൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു കടയിൽ പോയി ഒരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ ചിലപ്പോൾ അതിന്റെ പുറത്ത് ഒരു ഗ്ലാസ് ഫ്രീ അല്ലെങ്കിൽ ഒരു സ്പൂണ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കും. അപ്പൊ നമ്മൾ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം ബില്ല് ചെയ്ത് വാങ്ങുമ്പോൾ ആ ഫ്രീ ആയിട്ടുള്ള ഗ്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ അത് തരണം, സ്പൂൺ ഒരു സ്പൂൺ ഇതിനകത്ത് ഫ്രീ പറഞ്ഞിരിക്കുന്നു, ആ ഫ്രീ നമ്മൾ ചോദിച്ച് മേടിക്കും. ഇതുപോലെ RCMന്റെ കസ്റ്റമർ ID ഉള്ള ഒരാള് 30% വരെ ഡിസ്കൗണ്ടിന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിനൊപ്പം കിട്ടുന്ന ഒരു മൂല്യമാണ് പർച്ചേസ് വോളിയം എന്ന് പറയുന്നത്, PV. ഈ PV നമ്മൾ ചോദിച്ച് മേടിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ PV നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ കസ്റ്റമർ IDയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന സമയത്ത് പ്രത്യേകമായിട്ടും ബില്ല് ചെയ്യുമ്പോൾ ഒരു ഫ്രീ ഉൽപ്പന്നം ചോദിച്ച് മേടിക്കുന്നത് പോലെ അതിന്റെ PV നിങ്ങൾ ചോദിച്ച് മേടിക്കണം. കാരണം ആ പർച്ചേസ് വോളിയം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 12 മുതൽ 16.66% ഫ്രീ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും, ഫ്രീ ഉൽപ്പന്നങ്ങളുടെ ആനുകൂല്യം കിട്ടും. അപ്പൊ ഒന്നാമത് 20 മുതൽ 30% സ്പോട്ട് ഡിസ്കൗണ്ട് കിട്ടി. രണ്ടാമത് പറയുന്നത് അതിന്റെ മൂല്യം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 12 മുതൽ 16.66% ഫ്രീ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അത് 12 മുതൽ തുടങ്ങും, 16.66 വരെ കിട്ടും. ഡിഫറൻറ്റ് സ്ലാബ് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം. മൂന്നാമത് ആനുകൂല്യം കസ്റ്റമർ IDക്കുള്ള ആനുകൂല്യമാണ്. മൂന്നാമത്തെ ആനുകൂല്യം നിങ്ങളുടെ ആ പർച്ചേസ് വോളിയത്തിന്റെ മേലെ അതിന്റെ അടിസ്ഥാനത്തിൽ 2 മുതൽ 22% വരെ ക്യാഷ് ബോണസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരും. നോക്കൂ, RCMൽ ഒരാൾ ID എടുക്കുന്ന സമയത്ത് കമ്പനി അക്കൗണ്ട് പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ID പ്രൂഫിനോടൊപ്പം തന്നെ അക്കൗണ്ട് പ്രൂഫ്, പാസ്ബുക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്തിനാണ് ഈ ബാങ്ക് പ്രൂഫ് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ മേലെയുള്ള 2 മുതൽ 22% ക്യാഷ് ബോണസ് ഇടനിലക്കാരൊന്നുമില്ല, നേരിട്ട് അക്കൗണ്ടിലേക്കാണ് തരുന്നത്, ക്യാഷ് ട്രാൻസ്ഫർ ആണ്.
അത് ആ നേട്ടം ഒരു ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നതിനാണ് അക്കൗണ്ട് പ്രൂഫ് ചോദിക്കുന്നത്. സോ 2 മുതൽ 22% ക്യാഷ് ബോണസ്. അത് കഴിഞ്ഞ് നാലാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി കൊണ്ട് നിങ്ങൾക്കുള്ള പ്രയോജനം അൺലിമിറ്റഡ് ഇൻകം, വരുമാനത്തിന്റെ അനന്തമായ ഒരു സാധ്യതയിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ടെത്തിക്കാനുള്ള ഒരു അവസരം കൂടി അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങളിലൂടെയാണ് TCG ഇത് സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്, സാമ്പത്തികമായ ഉന്നമനം. ഇവിടെയാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിലേക്ക് പോകുന്നത്. നോക്കൂ, ഒന്നാമത്തെ നേട്ടം എടുക്കാം. 20 മുതൽ 30% ഡിസ്കൗണ്ട്. ഞാനിത് പറയുന്നത് സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ആവർത്തന വിരസതയായിട്ടൊക്കെ തോന്നാം. പക്ഷെ പുതുതായിട്ടുള്ള വ്യക്തികൾ മനസ്സിലാക്കണം, ഇതെന്തിനാണ് സീനിയർ ആയിട്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടതെന്ന് അവസാനത്തെ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ RCMന്റെ ആപ്പിലോ സൈറ്റിലോ പോയി കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത്. നോക്കൂ, ഒരു 250 ഗ്രാം പോപ്പുലർ ടീ നമ്മൾ ഒന്ന് നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലോ അതിനകത്ത് കാണുന്നത് 150 രൂപ MRP. മാർക്കറ്റ് പ്രൈസ് 150 ആണ്, സെല്ലിംഗ് പ്രൈസ് 117 ആണ്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കമ്പനി ഒരു ഉപഭോക്താവിന് ഇത് വിൽക്കുന്നത് 117 രൂപയ്ക്കാണ്, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. എല്ലാ ടാക്സും ഉൾപ്പെടെ 117 രൂപയ്ക്കാണ് കമ്പനി ഇത് വിൽക്കുന്നത്. അതിന് 58 പർച്ചേസ് വോളിയം, PV 58 ആണ്. ഇത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ആ 150ന്റെ അവിടെ ബ്രാക്കറ്റില് 23% ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹെഡ് എന്താണ്? 20 മുതൽ 30% വരെ സ്പോട്ട് ഡിസ്കൗണ്ട് എന്നാണ്. അപ്പൊ കസ്റ്റമർ ID ഉപയോഗിക്കുന്ന ഒരാളിന് ഈ ഉൽപ്പന്നം 23% ഓഫിൽ 117 രൂപയ്ക്ക് വാങ്ങാം. 23% സ്പോട്ടിലെ ഡിസ്കൗണ്ട് ആണ്. ആ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 33 രൂപ വരും. അപ്പൊ 250 ഗ്രാം തേയില മേടിക്കുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ച് 33 രൂപ സ്പോട്ട് ഡിസ്കൗണ്ട്, വിലക്കുറവിൽ ഡിസ്കൗണ്ടിൽ അദ്ദേഹത്തിന് ആ ഉൽപ്പന്നം വാങ്ങാം എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ അടുത്തൊരു പ്രോഡക്റ്റ് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ്. അത് കാണിക്കുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസ് 60 രൂപയാണ്, സെല്ലിംഗ് പ്രൈസ് 43 രൂപയാണ്, പർച്ചേസ് വോളിയം 25. വ്യക്തമായിട്ട് ഈ 3 കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട് 28% ഓഫ്. അപ്പൊ നോക്കൂ, ഒന്നിന് 23%, ഒന്നിന് 28%. അതാ പറഞ്ഞത് 20 to 30% ഡിസ്കൗണ്ട്. ഡിഫറെന്റ് പ്രോഡക്ട്സിന് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് 25% ഡിസ്കൗണ്ട് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ആവറേജ് എടുത്താൽ 25% ഡിസ്കൗണ്ട് പറഞ്ഞാൽ വെറുതെ ചിന്തിക്ക്, ഒരു ഉപഭോക്താവ് 1000 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഉൽപ്പന്നം RCMലെ കസ്റ്റമർ ഐഡിയിലൂടെ വാങ്ങിയാൽ അദ്ദേഹത്തിന് 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 250 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുക. 1000 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഉൽപ്പന്നം മേടിക്കുമ്പോൾ 250 രൂപ ഡിസ്കൗണ്ട്. 2000 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഉൽപ്പന്നം വാങ്ങിയാൽ ആവറേജ് കണക്കിൽ 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 500 രൂപ ഡിസ്കൗണ്ട്. 5000 രൂപ മാർക്കറ്റ് പ്രൈസ് ഉള്ള ഉൽപ്പന്നം RCM എന്ന് കസ്റ്റമർ ഐഡിയിലൂടെ വാങ്ങുന്ന ഒരാളിന് 1250 രൂപ ഡിസ്കൗണ്ട്. ഇതാണ് സ്പോട്ട് ഡിസ്കൗണ്ട്. 4000-ലധികം ഉൽപ്പന്നങ്ങൾ, അല്ലെങ്കിൽ നമ്പർ എടുത്താൽ 9000-ലധികം ഉൽപ്പന്നങ്ങൾ. RCMന്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സീസണൽ അല്ല. ബക്രീദ് അല്ലെങ്കിൽ റംസാൻ, ഓണം, വിഷു ഒക്കെ വരുന്ന സമയത്ത് കൊടുക്കുന്ന ഡിസ്കൗണ്ട് അല്ല. ഒന്നിനോടൊപ്പം ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ട് അല്ല. ഒരു കസ്റ്റമർ ഐഡി ഉള്ള ഒരാളിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്ത്യയിലെ ഏത് RCM ഷോപ്പില് ഏത് സമയത്ത് പോയി ഏത് ഉൽപ്പന്നം വാങ്ങിയാലും സ്പോട്ട് ഡിസ്കൗണ്ട് ആണ്. ഇത് വ്യക്തമായിട്ട് പുതുതായിട്ട് നമ്മുടെ മുന്നിൽ വരുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഈ സാമ്പത്തിക ലാഭം എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത് 12 മുതൽ 16.66% ഫ്രീ പ്രോഡക്റ്റ്. നമ്മൾ പലപ്പോഴും ഈ ശതമാനത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു പോകും, ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. നോക്കൂ, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എത്ര പേരാണെങ്കിലും നമ്മളെല്ലാം കസ്റ്റമർ ഐഡി ഉള്ളവരാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വിൽപ്പന മാറ്റിവെക്കൂ, ബിസിനസ് മാറ്റിവെക്കൂ. നമ്മളെല്ലാം ഉപഭോക്താക്കളാണ്, കസ്റ്റമർ ഐഡി ഉള്ളവരാണ്.
ഞാൻ എന്റെ ID നമ്പർ ഉപയോഗിച്ച് ഞാൻ ഒരു ഉൽപ്പന്നം 250 ഗ്രാമിന്റെ ഒരു തേയില ഞാൻ ചായ കുടിക്കാൻ വാങ്ങിയാൽ എനിക്ക് എത്ര സാമ്പത്തിക നേട്ടം കിട്ടുമെന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ 33 രൂപയുടെ വിലക്കുറവ് കിട്ടി. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 12 മുതൽ 16.66% ഫ്രീ പ്രോഡക്റ്റ് എന്നാ. നോക്കൂ, 58 പർച്ചേസ് വോളിയം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അത് 58 പർച്ചേസ് വോളിയം. 58 പർച്ചേസ് വോളിയത്തിന്റെ 12% ഫ്രീ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 6 രൂപ 96 പൈസ ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യമായിട്ട് കിട്ടുക. 33 രൂപയുടെ വിലക്കുറവ്, ഇത് കൂടാതെ 6 രൂപ 96 പൈസയുടെ ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യം. ഇനി അത് 16.66 വന്നു കഴിഞ്ഞാൽ 9 രൂപ 66 പൈസ. ഈ 16.66 കണക്ക് ലീഡേഴ്സ് അറിയാം. കാരണം നമുക്കറിയാം ബേസിക് 12%. നിങ്ങൾ 1500 പർച്ചേസ് വോളിയത്തിന്റെ സ്ലാബിലോ 2500 പർച്ചേസ് വോളിയത്തിന്റെ സ്ലാബിലോ 5000 പർച്ചേസ് വോളിയത്തിന്റെ സ്ലാബ് അടിസ്ഥാനത്തിൽ വാങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 16.66%. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നതിൽ 1500 PV സ്ലാബ് അടിസ്ഥാനത്തിൽ ഉൽപ്പന്നം വാങ്ങുന്ന ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന തേയിലയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യം 9 രൂപ 66 പൈസയാണ്. 2500 5000 PVയുടെ സ്ലാബിൽ വാങ്ങുന്ന നിങ്ങൾ വാങ്ങിയ തേയിലയ്ക്ക് കിട്ടുന്ന ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യം 9 രൂപ 66 പൈസയാണ്. എന്നാൽ ഈ മാനദണ്ഡത്തിലൊന്നും അല്ലാതെ റെഗുലർ ആയിട്ട് വാങ്ങുന്ന സാധാരണ ഒരു കസ്റ്റമർ ID ഉപയോഗിക്കുന്ന ഒരാളിനാണെങ്കിൽ പോലും 6 രൂപ 96 പൈസ ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യം. താഴെ ഞാൻ പേസ്റ്റിന്റെ കണക്ക് എഴുതിയിരിക്കുന്നത് 25 PV ഉണ്ട്, 12%. നോക്കൂ, 60 രൂപ MRP ഉള്ള സാധനം 43 രൂപ സ്പോട്ട് ഡിസ്കൗണ്ട് തന്ന് 25 PV തന്ന് ഈ ഡിസ്കൗണ്ട് കൂടാതെ 3 രൂപയുടെ ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യം തന്ന് അത് നിങ്ങൾക്ക് 4 രൂപ 17 പൈസ വരെ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള അവസരം തന്നിരിക്കുക നമ്മുടെ കസ്റ്റമർ ID. പക്ഷെ എന്നിട്ടും പലരും AVTയും കണ്ണന്തേനും ആണ് വാങ്ങിച്ച് RCMൽ കസ്റ്റമർ ID ഉള്ളവര് കുടിക്കുന്നത്. ഈ തേയില മേടിച്ച് ചായ കുടിക്കാൻ, പിന്നെ തേയിലയുടെ ഉപയോഗ സവിശേഷത ഉപയോഗിച്ചവർക്കറിയാം. പിന്നെ നമുക്കറിയാം അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട. ക്വാളിറ്റി എത്രയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ക്വാളിറ്റിയും ഗുണമേന്മയും ഒക്കെ പറഞ്ഞിട്ടും പല ആൾക്കാരും വാങ്ങുന്നില്ല എന്നുള്ളതാണ് പരാതി. എന്താ വാങ്ങാത്തത്? അവർക്ക് ഇതിന്ന് കിട്ടുന്ന സാമ്പത്തിക നേട്ടം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒന്ന് പരിശ്രമിക്കാം. അപ്പൊ രണ്ടാമത്തെ കാര്യമായി ഫ്രീ പ്രോഡക്റ്റ്. മൂന്നാമത്തെ ആനുകൂല്യം 2 മുതൽ 22% ക്യാഷ് ബോണസ്. ഡിസ്കൗണ്ടും കിട്ടി, ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യം കിട്ടി. ഈ ക്യാഷ് ബോണസ് എന്ന് പറയുന്നത് കസ്റ്റമർ ID എടുത്തിരിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന ആളിന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്യാഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും നോക്കൂ, 2 മുതൽ 22% 58 പർച്ചേസ് വോളിയം എന്ന് പറഞ്ഞാൽ ആ തേയില വാങ്ങുന്ന ചായ കുടിക്കാനായിട്ട് വാങ്ങുന്ന ഒരു ഉപഭോക്താവിന് 1 രൂപ 16 പൈസ മുതൽ 12 രൂപ 76 പൈസ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ക്യാഷ് ബാക്ക് ആയിട്ട് കമ്പനി ട്രാൻസ്ഫർ ചെയ്യും. ഒരു ഉപഭോക്താവിന്റെ കാര്യം പറയണേ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങൾക്ക് സ്വയം ഒന്ന് ചിന്തിക്കാവോ? പറ്റുന്ന ആൾക്കാർ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടോളൂ. ഞാൻ എന്റെ കസ്റ്റമർ ID ഉപയോഗിച്ച് 250 ഗ്രാമിന്റെ ഈ തേയില മേടിച്ചാൽ എനിക്ക് 33 രൂപ വിലക്കുറവ് കിട്ടും. 6 രൂപ 96 പൈസ ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യമുണ്ട് മിനിമം. എത്ര രൂപ എനിക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടും? ഇതിൽ എത്ര പേർക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും? ഞാൻ ഈ തേയില വാങ്ങി എന്റെ സ്വന്തം ആവശ്യത്തിന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഈ കമ്പനി എനിക്ക് എത്ര രൂപ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരും? ഞാൻ പറയുന്നു 1 രൂപ 16 പൈസ മുതൽ 12 രൂപ 76 പൈസ വരെ. ഒരാൾ 12 രൂപ 76 പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇതിനകത്ത് ഇരിക്കുന്നതില് 1 രൂപ 16 പൈസ അക്കൗണ്ടിലേക്ക് തിരിച്ചു കിട്ടുന്നവരുണ്ട്, 2 രൂപ 61 പൈസ കിട്ടുന്നവരുണ്ട്, 4 രൂപ 6 പൈസ കിട്ടുന്നവരുണ്ട്, 5 രൂപ 51 പൈസ കിട്ടുന്നവരുണ്ട്, 6 രൂപ 96 പൈസ കിട്ടുന്നവരുണ്ട്, 8 രൂപ 12 പൈസ കിട്ടുന്നവരുണ്ട്, 9 രൂപ 86 പൈസ കിട്ടുന്നവരുണ്ട്, 11 രൂപ 31 പൈസ കിട്ടുന്നവരുണ്ട്, 12 രൂപ 76 പൈസ കിട്ടുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് വിൽപ്പനയുടെ കാര്യമല്ല കേട്ടോ. സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിച്ചാൽ ഒരു കസ്റ്റമർ IDക്ക് കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. 1 രൂപ 16 പൈസ മുതൽ. പേസ്റ്റിന്റെ കാര്യം എടുത്താൽ പോലും 50 പൈസ മുതൽ 5 രൂപ 50 പൈസ വരെ അക്കൗണ്ടിലേക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
ഇതിനകത്തിരിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കും. ഞാൻ ഇത്ര വർഷമായി RCMൽ വന്നിട്ട് ഞാൻ ഈ തേയില മേടിക്കുമ്പം എന്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് എത്ര തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ കണക്ക് എന്താണെന്ന് നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആളിനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഈ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ ID ഉപയോഗിച്ച് നമ്മൾ ഒരു പാക്കറ്റ് തേയില മേടിച്ച് ഉപയോഗിക്കുമ്പോൾ മിനിമം കിട്ടുന്ന നേട്ടമാണ് കേട്ടോ. മിനിമം 100% ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്ന നേട്ടം 33 രൂപയുടെ വിലക്കുറവും 6 രൂപ 86 ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യവും 1 രൂപ 16 അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ടും കിട്ടിയാൽ 43 രൂപ 82 സാമ്പത്തിക നേട്ടമാണ് നിങ്ങളുടെ കസ്റ്റമർ ID ഉപയോഗിച്ച് ഒരു ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിച്ചാൽ, ഈ തേയില മേടിച്ചാൽ. ഇനി അതിന് മാക്സിമം എടുത്തു കഴിഞ്ഞാൽ 33 രൂപ ഡിസ്കൗണ്ട് ആയിട്ടും 9 രൂപ 66 ഫ്രീ പ്രോഡക്റ്റ് ആയിട്ടും 12 രൂപ 76 തിരിച്ച് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ടും 55 രൂപ 42. എത്ര ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് അറിയാമോ? 55 രൂപ 42 മേടിക്കാൻ യോഗ്യതയുള്ളവരും മേടിച്ചുകൊണ്ടിരിക്കുന്നവരും എത്ര ആൾക്കാർ ഇതിനകത്തിരിക്കാം? സോ ഈ 3 നേട്ടങ്ങളെ കുറിച്ച്, 3 സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് ഒരു വ്യക്തിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ കസ്റ്റമർ ID ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 9,000-ലധികം വരുന്ന ഉൽപ്പന്നങ്ങൾ അതിന്റെ ഉപഭോക്താക്കളായിട്ട് അവർ മാറത്തുള്ളൂ. സാമ്പത്തിക നേട്ടം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അത് ശതമാനത്തിലല്ല, പൈസയുടെ കണക്കിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിന് 1, 2, 3 ഉൽപ്പന്നങ്ങളെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം 400-ഉം 4,000-ഉം മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് പ്രയാസമായി. കാരണം ഇത് സാധാരണക്കാരന്റെ ബിസിനസ്സാണ്. 4ാമത്, ഈ പറഞ്ഞ 3 നേട്ടങ്ങൾ RCMന്റെ ഒരു കസ്റ്റമർക്കുള്ളതാണ്. 4ാമത്തെ നേട്ടം പറഞ്ഞിരിക്കുന്നത് യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാത്രം എന്താണ് അതിനെന്താ പറയുന്നത്, ഒരു പ്രത്യേകമായിട്ട് നമ്മളിൽ മാത്രമുള്ള ഒരു കാര്യത്തെയാണ് യുണീക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. യുണീക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നിരിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റാക്കി മാറ്റിയെടുക്കാനുള്ള അവസരമാണ് തന്നിരിക്കുന്നത്. പല ആൾക്കാർക്കും അത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കസ്റ്റമർ ID ആണ്. 4ാമത്തെ അവസരം ഇതിനെ ഒരു ക്യാഷ് ഫ്ലോ അസറ്റാക്കി മാറ്റാം. പണം ഒഴുകി വരുന്ന ഒരു അസറ്റാക്കി നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. അത് യുണീക്കായിട്ട് തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് റിലയൻസ് മാർട്ടിലോ, ഡി മാർട്ടിലോ, മോറിലോ, ലുലു ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ ഒന്നെടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. മിലിറ്ററി ക്യാൻറ്റീനിൽ ചെന്നാൽ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നവരുണ്ടാവും. പക്ഷെ നിങ്ങളുടെ കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്ഥലത്തു നിന്നും കിട്ടത്തില്ല. അത് RCM മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് യുണീക്ക് ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നത്. പല ആൾക്കാരുടെയും കസ്റ്റമർ ID അങ്ങനെ തന്നെ കസ്റ്റമർ ID ആയിട്ട് നിൽക്കുക. കുറെ ആൾക്കാർ ആ കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ആ ക്യാഷ് ഫ്ലോ അസറ്റാക്കി മാറ്റിയെടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? ഇൻക്രീസ് യുവർ പർച്ചേസർ ഗ്രൂപ്പ്. നിങ്ങളുടെ പർച്ചേസർ, നിങ്ങളൊരു കസ്റ്റമർ ID എടുത്തിട്ടുള്ള ആളാണെങ്കിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഫോൺ എടുത്ത് ഇതുപോലെ ഉപഭോക്താക്കളായി നിൽക്കുന്ന സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പരിചയക്കാരോടും പരിചയപ്പെടുന്നവരോടും പരിചയപ്പെട്ടും ഒരു ഉപഭോക്താവായ ഒരു കസ്റ്റമർ ID RCMൽ എടുത്താൽ കിട്ടുന്ന സാമ്പത്തിക നേട്ടത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പർച്ചേസറായിട്ട് മാറും. അത് നിങ്ങളുടെ പർച്ചേസർ ഗ്രൂപ്പിൽ വരും. ആ പർച്ചേസർ ഗ്രൂപ്പിൽ ഒരാൾ വന്നാൽ അവര് പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് വോളിയം, ആ പർച്ചേസ് വാല്യൂ, മൂല്യം നിങ്ങൾക്ക് വരും. പർച്ചേസ് വാല്യൂ, പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ മൂല്യം നിങ്ങളിലേക്ക് എത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം മാറും. പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൂല്യമാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിന്റെ മൂല്യത്തെ മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇവിടെ PVക്ക് പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ കൂട്ടാം. ട്രിവാൻഡ്രത്തിരുന്നിട്ട് ഞാൻ പാലക്കാടും കോട്ടയത്തും ബാംഗ്ലൂരും കണ്ണൂരും ഓരോ ആൾക്കാരും പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ കൂട്ടും.
അതിന് നമ്മൾ അവിടെ നേരിട്ട് പോയി പറയണമെന്ന് ഒരു കാര്യമില്ല. ഒരു തേയില വാങ്ങി ഉപയോഗിച്ചാൽ 33 രൂപ വിലക്കുറവുണ്ട്, ഡിസ്കൗണ്ട് ആയിട്ട് സ്പോട്ടിൽ കിട്ടും, 6 രൂപ 96 പൈസയുടെ റീ പ്രോഡക്റ്റ് ആനുകൂല്യം കിട്ടും, ഇത്ര രൂപ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും, എനിക്കിതാ ഇത്ര വന്നു, സന്തോഷിനിത, നമ്മുടെ സന്തോഷില്ലേ, സന്തോഷിനിത ഇത്ര രൂപ തിരിച്ചു കിട്ടി, ബാബുവിനിത ഇത്ര കിട്ടി, സുഗംകലിക്ക് ഇത്ര കിട്ടി, ഇനി നല്ലതാണ്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്, നമ്മൾ വാങ്ങുന്ന ഒരു സ്ഥലത്തു നിന്ന് നമുക്കിത് കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ സാധാരണ കോൺവെർസേഷൻ. എവരി ബിസിനസ് ഈസ് എ കോൺവെർസേഷൻ ഇൻക്ലൂഡിങ് എ പ്രസന്റേഷൻ. അപ്പൊ ആ കോൺവെർസേഷൻ നടത്തണം. ആ കോൺവെർസേഷനിൽ ഈ സാമ്പത്തിക നേട്ടത്തെ കുറിച്ചൊന്ന് പറയണം. അതിലൂടെ പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ കൂട്ടണം. ആ ഗ്രൂപ്പ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പണം ഒഴുകി വരുന്ന ഒരു ക്യാഷ് ഫ്ലോ അസറ്റ് ആയിട്ട് മാറണമെങ്കിൽ മാത്രം നിങ്ങൾ ഈ പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ കൂട്ടാൻ ശ്രമിച്ചാൽ മതി. പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പ് വരുന്നതിലൂടെ, നിങ്ങളിലേക്ക് പർച്ചേസ് വോളിയം വരുന്നതിലൂടെ RCM പറഞ്ഞിരിക്കുന്നത് 21 പടി ചവിട്ടണമെന്നാണ്. നിങ്ങൾ ഈ പ്രവൃത്തി, നിങ്ങളുടെ കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ RCM TCG തന്നിരിക്കുന്ന 21 ലെവൽസ് ഉണ്ട്, 21 പടികൾ. ആ ലെവൽസ് ഫോക്കസ് ചെയ്യണം, ആ ലെവൽസ് ലക്ഷ്യം വെക്കണം. അതിൽ ആദ്യത്തെ 7 ലെവലിനെ വൈറ്റൽ ലെവൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 7 ലെവൽ ബിഗിനറിൽ തുടങ്ങി സ്റ്റാറിൽ അവസാനിക്കുന്ന വൈറ്റൽ ലെവൽ. ആ വൈറ്റൽ ലെവൽ ഓരോ പടി കയറുന്ന സമയത്തും ഒരു 1000 രൂപ മുതൽ 20,000 രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ബോണസ് ആയിട്ട് എത്തിച്ചു തരുന്ന നിങ്ങളുടെ കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലെവലുകൾ ഫോക്കസ് ചെയ്യാന്നാണ്. പർച്ചേസർ ഗ്രൂപ്പ് വർദ്ധിപ്പിച്ച് ആ ഗ്രൂപ്പിലൂടെ വരുന്ന പർച്ചേസ് വോളിയത്തിലൂടെ നിങ്ങളുടെ ലെവലുകൾ ഓരോ പടികളായിട്ട് കയറുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ മുതൽ 20,000 രൂപ വരെ ഈ ആദ്യത്തെ 7 ലെവൽ വൈറ്റൽ ലെവലിൽ നിങ്ങളിലേക്ക് വരും. വൈറ്റൽ ലെവലിന്റെ അവസാനം സ്റ്റാർ ആണ്. നോക്കൂ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരിക്കും, നമ്മുടെ എറണാകുളത്ത് ഗിരിജാദേവി അമ്മ 75ാമത്തെ വയസ്സിലാണ് RCMനകത്ത് ഒരു കസ്റ്റമർ ഐഡിയ എടുക്കുന്നത്. ഗിരിജാമ്മയുടെ പ്രത്യേകത, കസ്റ്റമർ ഐഡിയ ആക്കി മാത്രം നിർത്തിയില്ല, ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചു. 75 വയസ്സിലാണ് പരിശ്രമം തുടങ്ങിയത് കേട്ടോ. ഇപ്പൊ 78 വയസ്സാണ്. ആ പർച്ചേസർ ഗ്രൂപ്പ്, ഈ അമ്മയുടെ പ്രവൃത്തി എന്തായിരുന്നിരിക്കും? എത്ര വീടുകളിൽ ഈ അമ്മ വീടാന്തരം പോയി ഉൽപ്പന്നങ്ങൾ വിറ്റിട്ടുണ്ടാവും. വിൽപ്പന മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ പ്രായത്തിൽ ഈ അമ്മയ്ക്ക് കസ്റ്റമർ ഐഡിയ ക്യാഷ് ഫ്ലോ സെറ്റ് ആക്കി മാറ്റാൻ എന്തായിരിക്കും ചെയ്യുക? സിമ്പിൾ. ഈ പറയുന്ന സാമ്പത്തിക നേട്ടത്തെ കുറിച്ച് മനസ്സിലാക്കി വീട്ടിലിരുന്ന ഫോണിലൂടെ പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ വന്ന ബോണസ് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ സ്റ്റാർ ലെവലിലാണ് നിൽക്കുന്നത്. 23,439 രൂപയാണ് അമ്മയുടെ മാസ ബോണസ്. ഇപ്പൊ 78 വയസ്സിലിരുന്ന് 23,000 മുകളിൽ സ്റ്റാർ ലെവലിൽ നിന്നിട്ട് ബോണസ് മേടിക്കുന്ന ഈ അമ്മയ്ക്ക് പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആർക്കാ സാധിക്കാത്തത്? നോക്കൂ, അടുത്ത 4 ലെവൽ, 7 കഴിഞ്ഞ പിന്നെ അടുത്ത 4 ലെവലിനെ റോയൽറ്റി ലെവൽസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റോയൽറ്റി ലെവൽ, ആ റോയൽറ്റി ലെവല് ഗോൾഡ് എന്ന് പറയുന്ന ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റാർ പ്ലാറ്റിനം എന്ന് പറയുന്ന ലെവലിലാണ് അവസാനിക്കുന്നത്. അതിൽ 20,000 രൂപ മുതൽ 40,000 രൂപ വരെയാണ്. ഞാനിപ്പോ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള ഡേറ്റയും ഇതും വെച്ചിട്ടാണ്. പക്ഷെ നമ്മുടെ RCMനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ റോയൽറ്റി ലെവലിൽ നിൽക്കുന്ന ആയിരങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 4 റോയൽറ്റി ലെവലാണ്. നോക്കൂ, ഗോൾഡിൽ തുടങ്ങുമ്പോൾ 20,000 മുകളിൽ വരും. അത് സ്റ്റാർ പ്ലാറ്റിനം എത്തുമ്പോൾ 40,000 മുകളിൽ വരുമെന്നാണ്. ഞാൻ ഇതിനകത്ത് 2 പേരെ കാണിക്കാം. ഒരു റോയൽറ്റി ഗോൾഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ആലപ്പുഴ സ്വദേശിയാണ് ഷാജി സേവ്യർ. ഈ മാസം അദ്ദേഹത്തിന് വന്നിരിക്കുന്നത് 38,685 രൂപയാണ്. കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റാൻ ഒന്ന് പരിശ്രമിച്ചു. ഗൾഫ് റിട്ടേൺ ആണ്, അദ്ദേഹം ഒരു കർഷകനാണ്, കുറച്ചല്ലാത്ത ജോലികളൊക്കെ ചെയ്തു വരുന്ന ആളാണ്. അതിനൊപ്പമാണ് എന്ത് ചെയ്യുന്നത്, RCMനകത്ത് ചെയ്യുന്നത്. അടുത്തിരിക്കുന്നത് അതിലെ റോയൽറ്റിയിലെ ലാസ്റ്റ് പറഞ്ഞ സ്റ്റാർ പ്ലാറ്റിനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ട്രിവാൻഡ്രം സ്വദേശിയാണ്, ഒരു എന്റർപ്രണർ ആണ്, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആളാണ്. അതിന്റെ കൂടെയാണ് RCMൽ ഒരു കസ്റ്റമർ ഐഡി കിട്ടിയത്. അതിനെ ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റാൻ പരിശ്രമിച്ചു, പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ പരിശ്രമിച്ചു. ഇപ്പോ 50,000 രൂപയാണ് ഇപ്പൊ വന്നിരിക്കുന്ന ബോണസ്. അപ്പൊ മാസം 50,000 രൂപ വരെ എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ വരുന്ന 10 ലെവൽ, അതിനെയാണ് ടെക്നിക്കൽ ലെവൽ എന്ന് പറയുന്നത്.
ആ ടെക്നിക്കൽ ലെവൽ പേളിലാണ് തുടങ്ങുന്നത്, സ്റ്റാർ ഡയമണ്ടിൽ അവസാനിക്കും. 50,000 തുടങ്ങി 50 ലക്ഷം വരെ മാസ വരുമാനം എത്തുന്ന ലെവലാണ്. എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത് കസ്റ്റമർ ഐഡി ആണ്. പക്ഷെ ഒരു പ്രത്യേകത, ഇവരെല്ലാം ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റിയെടുക്കാൻ പരിശ്രമിച്ചു. 50,000 തുടങ്ങി 50 ലക്ഷം. അതില് ആദ്യത്തെ ടെക്നിക്കൽ ലെവലിൽ എത്തിയ ഒരു ആളാണ് ഞാന്. പോളെന്നാണ് ലെവല്. 50,000 പറഞ്ഞു. എനിക്ക് 60,348 രൂപയാണ് ഈ മാസം വന്ന എന്റെ ബോണസ്. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രേംകുമാർ സാറിന്റെ ആണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്റ്റാർ പോൾ ആണ്. 75,000 രൂപയാണ് ക്യാഷ് ഫ്ലോ സെറ്റ് ആക്കി വരുമ്പോ ആ ID അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞിരിക്കുന്നത്. 77,000 രൂപയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് എമറാൾഡ് ആണ്. ഇദ്ദേഹം ഒരു ഇടുക്കിക്കാരനായ ഒരു സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് എമറാൾഡ് പൊസിഷനാണ്, ലെവലാണ്. അദ്ദേഹത്തിന് എമറാൾഡിന് 1 ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് 1,28,424 രൂപ വന്നിരിക്കുന്നത്. ഞാൻ എന്റെ കയ്യിലെ റിയൽ ഡേറ്റ വെച്ചിട്ടാ പറയുന്നത്. ഇതിനകത്ത് നിരവധി ആൾക്കാർ ഈ ലെവലുകൾ അച്ചീവ് ചെയ്ത് ഈ വരുമാനം മേടിച്ചിരിക്കുന്നവരുണ്ട്. വ്യത്യാസം, ഇവരെല്ലാം കസ്റ്റമർ ഐഡിയെ ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റാൻ ശ്രമിച്ചു. അതിനാകെ ചെയ്തത് ഒരു പർച്ചേസറായിട്ട് മാത്രം നിന്നില്ല, പർച്ചേസേഴ്സിന്റെ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ലീഡേഴ്സിന് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. പുതിയ ആൾക്കാർക്കൊപ്പം തന്നെ പുതുതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഞാനിത് CCG തന്നിരിക്കുന്ന RCMന്റെ ആപ്പിനകത്തുനിന്ന് ആപ്പിൽ കാണുന്ന ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുന്നത്. നോക്കൂ, അതിനകത്ത് നമ്മുടെ പേജ് തുറക്കുമ്പോൾ തന്നെ കാണിച്ചിരിക്കുന്നത് മേക്ക് മണി, ലീവ് ഹെൽത്തി ആൻഡ് ഹാവ് എ ബ്ലിസ്ഫുൾ ലൈഫ്. പൈസ ഉണ്ടാക്കാം, ആരോഗ്യത്തോടെ ജീവിക്കാം, അതോടൊപ്പം തന്നെ ആനന്ദകരമായ ഒരു ജീവിതം സാധ്യമാക്കാം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നോ മോർ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അകത്തേക്ക് പോകും. ഇത് സാധ്യമാകാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. റെക്കമെൻഡിങ് 3 സിമ്പിൾ മന്ത്രാസ് ടു 100% സക്സസ്. ഈ 3 മന്ത്രത്തിലൂടെ 100% നിങ്ങൾക്ക് ഇത് സാധ്യമാകുമെന്നാണ് RCM ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിൽ ഒന്നാമത്തത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞ ആദ്യത്തെ മന്ത്രം എക്സ്പീരിയൻസ് ദ പ്രോഡക്റ്റ് ഓഫ് RCMന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾ ക്രമേണ ഉപയോഗിച്ചു തുടങ്ങുക, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസത്തിന്റെ മേൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ മേലെ ഒരു വിശ്വാസ്യത ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഓരോ ഉൽപ്പന്നത്തിന്റെയും വ്യത്യാസം എന്താണെന്ന് ക്രമേണ നിങ്ങൾ കിട്ടുന്ന സോഴ്സിലൂടെയൊക്കെ മനസ്സിലാക്കിയെടുക്കണം. ഇതിലൂടെയുള്ള സാമ്പത്തിക നേട്ടം എത്രയാണെന്ന് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. അതിനാണ് നമ്മൾ യൂസ് ദ പ്രോഡക്റ്റ് 100% ആൻഡ് ഷെയർ ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മന്ത്രം മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ റെഫറൻസ് ഫോർ യുവർ ഗ്രൂപ്പ്. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണോ കിട്ടുന്നത് ആ നേട്ടത്തെക്കുറിച്ച് അവരോടൊന്ന് ഷെയർ ചെയ്യുക, അവരോടൊന്ന് പറയുക. പറയുന്നതിലൂടെ അവരുടെ പർച്ചേസർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സെറ്റ് എ മന്ത്ലി ടാർഗറ്റ്. വെൻ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള വഴി തെളിയും. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുള്ള വഴി തെളിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ മാസവും മന്ത്ലി ആയിട്ടുള്ള ഒരു ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുക. RCMൽ വെക്കേണ്ട ലക്ഷ്യം എന്ന് പറയുന്നത് 21 ലെവലാണ്. നിങ്ങൾക്ക് ഒരു ക്യാഷ് ഫ്ലോ അസറ്റ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ 21 ലെവൽ ലക്ഷ്യം വെക്കുക. ഓരോ ലെവല് ലക്ഷ്യം വെക്കുക. ലക്ഷ്യം വെച്ചിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പൈസ വരും, ആരോഗ്യത്തോടെ ജീവിക്കാം, ആനന്ദകരമായ ഒരു ജീവിതം സാധ്യമാകുമെന്നാണ് സിമ്പിൾ ആയിട്ട് 100% സക്സസ് കിട്ടുമെന്ന് RCM പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വലുതായി, ഗവൺമെന്റിന്റെ പോളിസീസ് വന്നു, നിയമം വന്നു. ഇനി RCM മാത്രമല്ല, നിരവധി കമ്പനികൾ ഇനി വരാനുണ്ട്. നിലവിൽ നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഉൽപ്പന്നങ്ങളുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ഗുണമേന്മ ഉണ്ടാവും. അവരുടെ ഉൽപ്പന്നങ്ങളും ആരോഗ്യപരമായിട്ടുള്ള മെച്ചം കൊടുക്കുന്നതുണ്ടാവും. ഇതൊക്കെ RCMന് മാത്രം അവകാശപ്പെടുന്നതല്ല. ഇതൊക്കെ നമ്മുടെ സമാനമായിട്ട് നിൽക്കുന്ന പല കമ്പനികൾക്കും അവകാശപ്പെടാനുള്ളതാണ്. അവരെല്ലാം മാർക്കറ്റിനകത്ത് അത് അവകാശപ്പെടുന്നുണ്ട്. അപ്പോ ഇനി നമ്മൾ ഉറങ്ങിയിരുന്നത് കൊണ്ട് കാര്യമില്ല. കാരണം നമ്മൾ ലിസ്റ്റിലിടുന്ന പരിചയക്കാരൻ ചിലപ്പോൾ മറ്റ് പല കമ്പനികളിലും പോയി അസോസിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മന്ത്രം മനസ്സിനകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം. നോക്കൂ,
ഞാന് ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇന്റർനാഷണൽ ലെവലില് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്ത് സക്സസ് ആയ ഒരു വ്യക്തിയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഇരുന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് പല രാജ്യങ്ങളിലുള്ളവർക്ക് ഒരേ സമയം ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. അമേരിക്കക്കാരനും ഉഗാണ്ടയിൽ ഇരിക്കുന്നവനും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ ഒരേപോലെ ഇരുന്ന് അറ്റൻഡ് ചെയ്യും. അവർ പ്രവർത്തിക്കുന്ന കമ്പനികൾ വ്യത്യസ്തമായിരിക്കും, അവരുടെ ഓരോ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ സമാനത എന്ന് പറയുന്നത് അവരെല്ലാം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിനകത്ത് ഈ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഈ സിസ്റ്റത്തിന് ചില സ്വഭാവങ്ങളുണ്ട്. ആ സിസ്റ്റത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും, സാറേ ആലപ്പുഴയിൽ നടക്കത്തില്ല. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ സാറിന്റെ സ്ഥലത്ത് നടക്കും, സാറേ ഇത് കാസർഗോഡ് നടക്കത്തില്ല. ചില ആൾക്കാർ പറയും സാറേ കൊണ്ടോട്ടിയിൽ നടക്കത്തില്ല, ഇവിടുത്തെ ആൾക്കാർ വേറെയാണ്. പല ആൾക്കാരും പറയും കൊല്ലത്ത് ഇത് നടക്കത്തില്ല സാറേ, നമ്മളെ പ്രദേശം വേറെയാണ്. ഇദ്ദേഹം പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഒരുമിച്ചിരുത്തി ഒരേ കാര്യം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ. ഏത് കമ്പനിയും ഏത് ഉൽപ്പന്നവും ആവട്ടെ ഈ സിസ്റ്റത്തിലേക്ക് വന്നാൽ അതിനൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്ക് എത്താൻ കഴിയൂ. അപ്പോ TCG തന്നിരിക്കുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള മന്ത്രവും ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിലുള്ള ചില കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടിയിണക്കി നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു 2-3 സ്ലൈഡേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാസ്റ്റർ ദ ബേസിക്സ്, ദ മില്യൻസ് ഫോളോ. നമ്മുടെ കൂടെ ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ, മില്യൻസ് നമ്മളെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ദ ബേസിക്സ്. നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനം ഏതോ ആവട്ടെ, നിങ്ങളുടെ കമ്പനിയുടെ നിങ്ങളുടെ ഇതിന്റെ ബേസിക്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ നിങ്ങൾ മാസ്റ്റർ ആവണം. നമ്മുടെ RCMന്റെ ബേസിക് എന്താണ്? ആർക്ക് വേണമെങ്കിലും RCMൽ 18 വയസ്സായ ആർക്കും വന്ന് RCMൽ ഒരു കസ്റ്റമർ ID എടുക്കാം. 30% വരെ ഡിസ്കൗണ്ട് കിട്ടും. ഫ്രീ പ്രോഡക്ട്സ് ഓൺ എവരി പർച്ചേസ്, എല്ലാ ഉൽപ്പന്നങ്ങളുടെ മേലെയും ഫ്രീ പ്രോഡക്റ്റ് ആനുകൂല്യമുണ്ട്. ക്യാഷ് ബോണസ് ഓൺ എവരി പർച്ചേസ്, ഓരോ പർച്ചേസിന്റെ മേലെയും ക്യാഷ് ബോണസിനുള്ള അവകാശം കിട്ടും. ക്യാഷ് ബോണസ് ആൻഡ് കമ്പനി ഷെയർ ബോണസ് ഓൺ ഗ്രൂപ്പ് പർച്ചേസ്, ഗ്രൂപ്പ് പർച്ചേസിന്റെ മേലെ ക്യാഷ് ബോണസും കമ്പനിയുടെ ഷെയർ ബോണസും കിട്ടും. ഈ 4 കാര്യങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനം. ഈ ബേസിക്സ് ആണ് നേരത്തെ പറഞ്ഞത്. ഈ ബേസിക്സ് പറഞ്ഞ് ഒരു സാധനം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയുടെ സാമ്പത്തിക ലാഭം കിട്ടുന്നു, ഗുണമേന്മ തീർച്ചയായിട്ടും പറയണം. അതോടൊപ്പം എത്ര രൂപയുടെ സാമ്പത്തിക ലാഭം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈ ബേസിക്സ് നമ്മൾ മനസ്സിലാക്കി ഇതിനൊരു മാസ്റ്റർ ആയാൽ മില്യൻസ് നമ്മളെ ഫോളോ ചെയ്യുന്നതാണ് ഈ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എടുത്തിരിക്കുന്നത്, യുവർ പ്രോസ്പെക്ട് ഡസന്റ് കെയർ അബൌട്ട് യുവർ റാങ്ക്, ദേ കെയർ അബൌട്ട് ദെയർ ലൈഫ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തി നമ്മളുടെ റാങ്കോ ഒരുപക്ഷെ നമ്മുടെ കമ്പനിയെ കുറിച്ച് പോലും അയാൾ ബോധം ചെയ്യത്തില്ല. നമ്മുടെ റാങ്ക് എന്നോടെ പ്രശ്നമല്ല. ഞാൻ സംസാരിക്കാൻ പോകണമെങ്കിൽ ഡയമണ്ടും കൂടെ വരണം, എന്റെ സീനിയർ ആയിട്ടുള്ള സ്റ്റാർ എമറാൾഡ് കൂടെ വരണം, അല്ലെങ്കിൽ എന്റെ സീനിയർ ആയിട്ടുള്ള സ്റ്റാറായ ആളും കൂടെ വരണം. നിങ്ങളുടെ പ്രോസ്പെക്ട്സ് നിങ്ങൾ സംസാരിക്കുമ്പോ യുവർ പ്രോസ്പെക്ട് ഡസന്റ് കെയർ അബൌട്ട് യുവർ റാങ്ക്. നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ പ്രോസ്പെക്ടിന്റെ പ്രശ്നമല്ല. അവർക്കാകെ വിഷയം അവരുടെ ജീവിതത്തെ കുറിച്ചാണ്. സോ അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത്. അപ്പം ആ ബേസിക്സ് അവർക്ക് ആരോഗ്യപരമായിട്ടാവട്ടെ സാമ്പത്തികപരമായിട്ടാവട്ടെ എന്ത് നേട്ടം കിട്ടുമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവരതിലാണ് ബോധർ ചെയ്തിരിക്കുന്നത്, അവരതാണ് കെയർ ചെയ്യുന്നത്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൂടെ സാറേ ഞാൻ 10 പേരെടുത്ത് പറഞ്ഞു ഒരാളും വരുന്നില്ല, ഞാൻ 100 പേരെടുത്ത് പറഞ്ഞു സാറേ ആരും ജോയിൻ ചെയ്യുന്നില്ല. ഇത് മനസ്സിലാക്കി പറയാൻ തുടങ്ങിയാൽ ഒരു ലീഡറുടെയും ആവശ്യമില്ല, നമുക്ക് തന്നെ ഡീൽ ചെയ്യാൻ തുടങ്ങും. ബി എ ബെസ്റ്റ് ഡീലർ, ദെൻ ഓൺലി യു ബിക്കം എ ലീഡർ. ആദ്യം ഒരു ബെസ്റ്റ് ഡീലർ ആവണം. ആ ഡീലറിൽ നിന്നേ ഒരു ലീഡറിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയത്തുള്ളൂ. The most important skill you need for network marketing is recruiting. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് റിക്രൂട്ടിംഗ് സ്കില്ലാണ്. അതായത് പർച്ചേസർ ഗ്രൂപ്പിനെ ആഡ് ചെയ്യണമെങ്കിൽ, ഒരാളിനെ ID യിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനാണ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത്.
അതാണ് ഇവിടെ വേണ്ടുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്കിൽ. അപ്പൊ ഒരാളിനെ റിക്രൂട്ട് ചെയ്യാൻ, ഐഡിയിലേക്ക് കൊണ്ടുവരാൻ ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ അദ്ദേഹത്തിന്റെ സംസാര ശേഷിയോ സംസാര മികവോ ഇതൊന്നും അല്ല ഇവിടെ അടിസ്ഥാനമാക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനകത്ത് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിസ്ഥാനമാക്കുന്നത് ഒരു വ്യക്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അത് ഏത് പ്രായത്തിലുള്ളവരോ ആവട്ടെ, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായിട്ട് പറയുന്നത്. ചിലപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ഒന്നും പറയേണ്ടി വരത്തില്ല. ഒരു 60 അല്ലെങ്കിൽ 70 80 വയസ്സുള്ള ഒരു അമ്മാവൻ പറയും, ഡാ നീ അത് മേടിച്ചോ എന്നൊറ്റ വാക്കേ പറയത്തുള്ളൂ. അമ്മാവൻ പറഞ്ഞത് കൊണ്ട് അത് മേടിക്കും. അതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിനകത്ത് ചെയ്യുന്ന സമയത്ത് കഴിവുകളെ തേടിപ്പോണ്ട, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ, അവരെ നമുക്ക് ധൈര്യമായിട്ട് ഇതിനകത്തേക്ക് റിക്രൂട്ട് ചെയ്യാം. ഒരു വ്യക്തിയെയും കഴിവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്വാധീനിക്കാനുള്ള ശേഷിയെ നമ്മുടെ അളവുകോല് കൊണ്ടുവച്ച് അളക്കരുത്. അതുകൊണ്ട് ഏത് വ്യക്തിയെയും നോക്കൂ, ആ ഗിരിജാമ എന്ന് പറഞ്ഞ സ്റ്റാർ ആയിട്ട് കാണുന്ന ആ ഗിരിജാമ ആദ്യം റിക്രൂട്ട് ചെയ്തത് ഡയബറ്റിക് ആയിട്ട് വിരൽ മുറിച്ചിട്ട് ബെഡിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉണ്ണികൃഷ്ണൻ സാറിനെയാണ്. സോ ഉണ്ണികൃഷ്ണൻ സാർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വാളിറ്റി ഐഡിയ അല്ല, പക്ഷെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അപാരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഐഡി കൊടുത്തു. ഇന്ന് ഗിരിജാമ്മ സ്റ്റാർ ആയിരിക്കുന്നതിന്റെ കാരണത്തിൽ ഒരാളെന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണനാണ്. സോ നമ്മൾ ആരെയും പ്രീ ജഡ്ജ് ചെയ്യാതെ ചെയ്യാന്ന് പറയുന്നതാണ്. യുവർ ബിലീഫ് മസ്റ്റ് ബി ബിഗർ ദാൻ യുവർ. ഒരു റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയാൾ ഒരു കസ്റ്റമറായിട്ട് നിൽക്കുന്ന ഒരാളിനെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പർച്ചേസിങ് കപ്പാസിറ്റിയെ കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല, അയാൾ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം പല സ്ഥലത്തും അയാൾ കാശ് കൊണ്ട് കളഞ്ഞിട്ടുണ്ടാവും, പല ഉൽപ്പന്നങ്ങളും മേടിച്ച് ബെഡിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ബാഡ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ സ്വാധീനത്താൽ ഐഡി എടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞ കാര്യത്തെ ആ പേടിച്ച് നിൽക്കുന്ന ഒരാളിന്റെ വിശ്വാസത്തെ വർദ്ധിച്ചപ്പെടുക്കാനുള്ള പ്രവൃത്തിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എങ്കിൽ മാത്രമേ അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടത്തുള്ളൂ, അവർ സിസ്റ്റത്തിലേക്ക് വരത്തുള്ളൂ. നമ്മൾ പറയും ഡയമണ്ട് ക്ലബ് സിസ്റ്റം, ഇതൊക്കെ പറയത്തില്ലേ, ആ സിസ്റ്റത്തിലേക്ക് ഉയരണമെങ്കിൽ അവരുടെ യുവർ ബിലീഫ് മസ്റ്റ് ബി ബിഗർ ദാൻ യുവർ ഫിയർ. അതിന് എന്റെ 1 ലക്ഷമോ നിങ്ങളുടെ 5 ലക്ഷമോ അടുത്ത് നിൽക്കുന്ന ആളുടെ 50,000 കണ്ടാൽ ആഗ്രഹം ജനിക്കും, വിശ്വാസം ഉണ്ടാവത്തില്ല. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന 100 രൂപയോ 50 രൂപയോ കാണിച്ചു കൊടുക്കാൻ പറ്റണം. നമ്മളുടെ പല ആൾക്കാരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്, നമ്മുടെ കൂടെ വരുന്ന ആളിന്റെ അക്കൗണ്ടിലേക്ക് ഒരു 100 രൂപ വന്നാൽ അത് കാണിച്ചു കൊടുക്കത്തില്ല. 100 രൂപയിൽ എന്ത് മാറ്റം വരാമെന്നാണ് ചിന്തിക്കുന്നത്? അവിടെ വരുന്ന ഒരു വലിയ മാറ്റമാണ് അവരുടെ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ആ വിശ്വാസം അവരുടെ പേടിയെ മാറ്റും, അത് അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റിയെ കൂട്ടും, അവര് സിസ്റ്റത്തിലേക്ക് വരുന്നവരായിട്ട് മാറും. എ ടീം അലൈൻഡ് ഇൻ പർപ്പസ് ഈസ് അൺസ്റ്റോപ്പബിൾ. നമുക്ക് ഇതിലേക്കൊക്കെ വരണമെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നമുക്കൊരു ടീം ഉണ്ടാവണം. ആ ടീമിനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അലൈൻ ചെയ്യപ്പെട്ടാൽ ആ ടീം അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറുന്നതാണ്. പക്ഷെ നമ്മുടെ ടീം എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിനെ പ്രത്യേകിച്ച് ഒരു പർപ്പസിന് വേണ്ടിയിട്ടും അലൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഓരോ ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ചെയ്ത് പോവാണ്. അവരത് ചെയ്യുന്നു, ഇവരിത് ചെയ്യുന്നു, മറ്റവരത് ചെയ്യുന്നു. നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണുള്ളത്, ഒരിക്കലും ടീം അല്ല ഉള്ളത്. ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർപ്പസ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടി അലൈൻ ചെയ്യപ്പെടണം. RCM പറഞ്ഞിരിക്കുന്നത് 21 ലെവലാണ്, അൾട്ടിമേറ്റ് പറഞ്ഞിരിക്കുന്നത് 21 ലെവലാണ്. ഡയമണ്ട് സുരേന്ദ്രവാൾ, സഫേർ മൂർത്തി സാർ, സ്റ്റാർ റൂബി സുജിത് സാർ, റൂബി ഗോപകുമാർ സാർ, റൂബി രഞ്ജിത്ത് സാർ, റൂബി ഹേമന്ത് സാർ, സ്റ്റാർ എമറാൾഡ് രാജൻ സാർ. സോ നമ്മൾ അറിയപ്പെടുന്നത് ഈ ലെവൽ നെയിമുകളിലാണ് അറിയപ്പെടുന്നത്. സോ അൾട്ടിമേറ്റ്ലി RCMന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ലെവൽസ് ആണ്. ഞാനിത് പ്യുവർലി ബിസിനസ് പാർട്ടാണ് സംസാരിക്കുന്നത്. സോ ടീമിനെ ആ ലെവലുകളിലേക്ക് അലൈൻ ചെയ്യാൻ പറ്റണം. ബിഗിനർ മുതൽ ഓരോ പടി ചവിട്ടുന്നവരാക്കി നമുക്ക് നമ്മുടെ കൂടെ വരുന്നവരെ അലൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ടീം അൺസ്റ്റോപ്പബിൾ ആയി മാറും എന്നുള്ളതാണ്. അതിലേക്ക് വരണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ എക്സ്ക്യൂസിന് ഒരു എക്സ്പയറി ഡേറ്റ് ഇടണം. കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുക എന്ന് പറയുന്നതിന് ഒരു എക്സ്പയറി ഡേറ്റ്. ചുമ്മാ എന്നും കസ്റ്റമർ ID ക്യാഷ് ഫ്ലോ സെറ്റ് ആയിട്ട് ആരുടെയും മാറത്തില്ല.
അതിന് നമ്മുടെ എക്സ്ക്യൂസിന് എക്സ്പയറി ഡേറ്റ് ഇടുക എന്ന് പറയുന്നതാണ് ആദ്യം വേണ്ടത്. അത് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ എക്സ്ക്യൂസിന് എക്സ്പയറി ഡേറ്റ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ ടീമിനെ ഈ പറയുന്ന ബിഗിനർ മുതൽ ലെവൽ അച്ചീവ് ചെയ്ത് വരേണ്ടവരുടെ ആരൊക്കെയാണെന്നുള്ളത് തയ്യാറാക്കി, അതിനാണ് ടീം ഗോൾ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ലക്ഷ്യം വെക്കുകയും ലക്ഷ്യം മനസ്സിലേക്ക് പതിപ്പിക്കുകയും ലക്ഷ്യബോധമുള്ളവരാക്കുകയും ചെയ്താൽ അൺസ്റ്റോപ്പബിൾ ആയ ഒരു ടീമായിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നവരായിട്ട് മാറും എന്നുള്ളതാണ്. പ്രൊഫഷണൽസ് ഫോക്കസ് ഓൺ ഗ്രോത്ത്, അമച്ചേഴ്സ് ഫോക്കസ് ഓൺ മണി. TCGയുടെ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണെന്നറിയോ? നിരന്തര ഗ്രോത്ത് എന്നാണ്. നിരന്തരമായ വളർച്ച. നമുക്ക് വളർച്ച ഉണ്ടാവണം, അത് തുടർച്ചയായി നിരന്തരമായ വളർച്ച ഉണ്ടാവണം. പ്രൊഫഷണൽസ് ഫോക്കസ് ഓൺ ഗ്രോത്ത്, അമച്ചേഴ്സ് ഫോക്കസ് ഓൺ മണി. തുടക്കത്തിൽ പൈസയില്ല, തുടക്കത്തിൽ എന്ത് കിട്ടും? തുടക്കത്തിലെ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവരെന്ന് പറയുന്നത് ഒരിക്കലും പ്രൊഫഷണൽസ് ആയി മാറത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഐഡിയ ഒരു ക്യാഷ് ഫ്ലോ സെറ്റ് ആക്കി മാറ്റാൻ കഴിയത്തില്ല. അതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ബി എ പ്രൊഫഷണൽ, ഫോക്കസ് ഓൺ ഗ്രോത്ത്. വളർച്ചയിൽ ഫോക്കസ് ചെയ്യുന്നവരാക്കി ഓരോരുത്തരും മാറണം. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ ആവാൻ കഴിയട്ടെ, പ്രൊഫഷണൽ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം എന്നെ കേട്ടവർക്ക് നന്ദി. താങ്ക് യു. ജയാസി.